Hello everyone. Fourth semester കോംപ്ലിമെൻ്ററി പേപ്പർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസ് ഐഡിയാസ് ആൻഡ് കൺസെപ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പേപ്പറിലെ മൊഡ്യൂൾ 3 ആയിട്ടുള്ള മേജർ കൺസെപ്റ്റ്സ് ഇൻ പൊളിറ്റിക്കൽ അനാലിസിസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഓൾറെഡി 2 ചാപ്റ്റേഴ്സ് പറഞ്ഞപ്പോഴും നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സിസ്റ്റം എന്താണ്, അങ്ങനെ ഏകദേശം ലോയും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ലഭിച്ചിട്ടുണ്ടാവും. ഇനി പൊളിറ്റിക്കൽ അനാലിസിസിലുള്ള മേജർ കൺസെപ്റ്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പവർ എന്താണ്, ഇൻഫ്ലുവൻസ് എന്താണ്, ലെജിറ്റിമസി എന്താണ്, അതുപോലെ അതോറിറ്റി, പൊളിറ്റിക്കൽ കൾച്ചർ എന്താണ്, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പൊളിറ്റിക്കൽ സോഷ്യലൈസേഷനൊക്കെ, അതുപോലെ മോഡേണൈസേഷൻ, പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ എന്താണ്, പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ പവർ എന്ന് പറയുന്നത്, power is a specific type of influence characterized by a ability to enforce complaints using sanctions which can be either positive or negative, അതായത് reward or penalties in involves affecting others behavior through these means. അതായത് പവർ എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട്, അതായത് നമ്മുടെ എബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നടപ്പിലാക്കാനുള്ള ഒരു കഴിവിനെ കുറിച്ചിട്ടാണ് പവറിൽ പറയുന്നത്. അത് ഒരു തരത്തിലുള്ള ഒരു അധികാരമാണ്, എല്ലാത്തിൻ്റെ മുകളിലുമുള്ള അധികാരം. ഇപ്പോൾ ഗവൺമെൻറ്റിന് പവർ ഉണ്ട്, അതായത് ലോ ഉണ്ടാക്കിയെടുക്കാനും അത് നമ്മുടെ മേളിലേക്ക് അപ്ലൈ ചെയ്യാനും ഒക്കെ തന്നെ ഗവൺമെൻറ്റിന് എന്തുണ്ട്, അധികാരമുണ്ട്. അതൊരു സ്വാധീനമാണെന്ന് പറയാം. ഇത് പോസിറ്റീവായിട്ടുള്ള രീതിയിലുമുണ്ട്, നെഗറ്റീവായിട്ടുള്ള രീതിയിലുമുണ്ട്. അതായത് നമ്മൾ പവർ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾക്ക് റിവാർഡായിട്ടും കൊടുക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പവർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് ശിക്ഷ, പെനാൽറ്റി ആയിട്ടും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് പവർ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. സോ ഇതിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതായത് കപ്പാസിറ്റി ടു ഇൻഫ്ലുവൻസ്, പവറിന് ഒരാളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. അതായത് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഒരാളുടെ ആഗ്രഹത്തിന് പൊരുത്തപ്പെടണം എന്നുള്ള രീതിയിലൊക്കെ തന്നെ മറ്റുള്ളവരാളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ്റിന് ഒരു ലോ എന്ന് പറയുന്നത് നമ്മളെ കൊണ്ടുവന്ന് അത് അനുസരിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. കപ്പാസിറ്റി ടു ഇൻഫ്ലുവൻസ്, നമ്മളെ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നമ്മളെ അത് അനുസരിപ്പിക്കാനുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് ആർക്കുണ്ട്, പവർ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിനുണ്ട്. അതുപോലെ റിലേഷണൽ നേച്ചറാണ്, പവറിനെ സംബന്ധിച്ച് റിലേഷണൽ ആയിട്ടുള്ള ഒരു നേച്ചർ ഉണ്ട്. അതായത് പവർ ഈസ് ആൻ എബിലിറ്റി ടു ചേഞ്ച് അതേഴ്സ് ബിഹേവിയർ ടു അലൈൻ വിത്ത് വൺസ് ഡിസയർ. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു അധികാരമുണ്ട്. ഇപ്പോൾ ഞാനൊരു ക്ലാസ് ലീഡറാണെന്ന് വിചാരിക്കുക. ഞാൻ ക്ലാസ് ലീഡർ ആവുന്ന സമയത്ത് കുട്ടികൾ എല്ലാവരും മിണ്ടാതിരിക്കണം എന്ന് പറയുന്നത്, ഇത് ടീച്ചർ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് എല്ലാവരോടും മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കയ്യിലൊരു പവർ ഉണ്ട്, കാരണം ഞാനൊരു ക്ലാസ് ലീഡറാണ്. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്വമാണ്, അല്ലെങ്കിൽ എൻ്റെ ആവശ്യമാണ്, എൻ്റെ ഡിസയറാണ്, എൻ്റെ ആഗ്രഹമാണ് ഇവരെല്ലാവരും മിണ്ടാതിരിക്കുക എന്നുള്ളത്. ആ പവർ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഉപയോഗിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞിട്ട് ഉപയോഗിക്കുക, അതായത് എൻ്റെ പവർ അനുസരിച്ചിട്ട് ഞാൻ ടീച്ചറോട് അത് പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും മിണ്ടാതിരുത്താനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ എന്താണ്, എൻ്റെ ഒരു അധികാരം എന്ന് പറയുന്നത് മറ്റൊരാളുടെ മേലിൽ പ്രയോഗിക്കുകയും അയാൾ അവിടെ സ്വാധീനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു റിലേഷണൽ സ്വഭാവം ഉണ്ടെന്ന് പറയാം. ബിഹേവിയറൽ ആസ്പെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഈസ് അബൌട്ട് ഒബ്സർവബിൾ ആക്ഷൻസ് ആൻഡ് ദിയർ എഫക്ട്സ് ഓൺ ദിയർ അതർ ബിഹേവിയർ. അതായത് നിരീക്ഷിക്കാവുന്ന പ്രവർത്തനങ്ങളെയും മറ്റുള്ളവരുടെ പ്രവർത്തനത്തിൽ അത് വരുത്തുന്ന സ്വാധീനത്തെയും കുറിച്ചിട്ടാണ് അധികാരം പറയുന്നത്. അതായത് ഞാൻ നിരീക്ഷിക്കുകയാണ്, അതായത് ഞാനെന്ന ക്ലാസ് ലീഡർ ഞാൻ നിരീക്ഷിക്കുകയാണ് എൻ്റെ പവർ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്, അവരുടെ പെരുമാറ്റത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളെയും അനലൈസ് ചെയ്തിട്ട് ഞാൻ അതിലൊരു ചേഞ്ച് വരുത്താണ്. ഇപ്പോൾ ഒരാൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ എൻ്റെ പവർ അനുസരിച്ചിട്ട് അത് അയാൾ എന്ത് ചെയ്യണം, അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിൽ ഒരു വ്യത്യാസം വരുന്നില്ലേ, അതാണ് ബിഹേവിയറൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ സിറ്റുവേഷണൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. അതായത് the influence of power varies depending on specific situations or roles. For example, the speaker of Lok Sabha has power within parliamentary sessions but not outside. അതായത് സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് പല കാര്യങ്ങളിൽ വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ഇവിടെ ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു പ്രത്യേക സാഹചര്യങ്ങളോ അല്ലെങ്കിൽ റോളുകളെ ആശ്രയിച്ചിട്ട് നമ്മുടെ അധികാരം എന്ന് പറയുന്നത് ആളുകളെ സ്വാധീനിക്കാനുള്ള, ഇപ്പോൾ ഒരു ക്ലാസ് ലീഡറിനുണ്ടാവുന്ന പവറല്ല അവിടെയുള്ള ടീച്ചർക്ക്, അല്ലേ? ടീച്ചർ മൊത്തത്തിലുള്ളൊരു പവറാണ്, അതിൻ്റെ താഴെയാണ് ഈ ഒരു കാര്യം വരുന്നത്. അതേപോലെ റോളുകൾക്കനുസരിച്ചിട്ട്, ഇപ്പോൾ ടീച്ചർ എന്ന് പറയുന്ന ഒരു റോളാണ്, ക്ലാസ് ലീഡർ എന്ന് പറയുന്ന ഒരു റോളാണ്. അപ്പോൾ ഈ റോളുകൾക്കനുസരിച്ചിട്ട് എന്ത് ചെയ്യും, അധികാരം എന്ന് പറയുന്നത് ഇങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മുടെ പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ലോക്സഭാ സ്പീക്കർക്ക് പാർലമെൻറ്റ് സെഷൻസിൻ്റെ ഉള്ളിൽ അധികാരമുണ്ട്, പക്ഷെ പുറത്ത് ലോക്സഭാ സ്പീക്കർക്ക് അധികാരമുണ്ടോ? ഇല്ല. അതുപോലെ 5th വൺ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻസ് ഓൺ
use എന്നാണിത്. The effectiveness of power depends on its actual use. For instance, the President of India has power but typically does not exercise them extensively, unlike the President of United States. അപ്പോൾ ഉപയോഗത്തെ ആശ്രയിച്ചിരിക്കും ഈ അധികാരം എന്ന് പറയുന്നത്. അതായത് അധികാരം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനൊരു ഫലം വേണം അല്ലേ. അപ്പോൾ യഥാർത്ഥ ഉപയോഗത്തെ ആശ്രയിച്ചിരിക്കും പവർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇന്ത്യൻ പ്രസിഡന്റിനുണ്ട് അധികാരങ്ങളുണ്ട്, പക്ഷെ അത് സാധാരണയായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ? അമേരിക്കൻ പ്രസിഡന്റിന് എന്ത് അധികാരമുണ്ട്, ഇന്ത്യൻ പ്രസിഡന്റിന് എന്ത് അധികാരമുണ്ട്? അമേരിക്കൻ പ്രസിഡന്റ് ഉപയോഗിക്കുന്ന പോലെ ഇന്ത്യൻ പ്രസിഡന്റ് അധികാരത്തെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ? അപ്പോൾ ഉപയോഗത്തെ ആശ്രയിച്ചിരിക്കും പവർ എന്ന് പറയുന്നത്, അധികാരം എന്ന് പറയുന്നത്. അതുപോലെ supported by sanctions. Power must be backed by the ability to enforce sanctions, whether through rewards or penalties. അതായത് ഇപ്പോൾ പാരിതോഷികത്തിലൂടെ, ഇപ്പോൾ ഒരു പവർ ലഭിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പവറിലൂടെ നമുക്ക് ഒരാൾക്ക് റിവാർഡ് കൊടുക്കാനും പറ്റണം, പിഴ കൊടുക്കാനും വേണ്ടി പറ്റണം. ഇപ്പോൾ ഗവൺമെൻറ് ഒരു കാര്യം, നിയമം എന്ന് പറയുന്നത് അനുസരിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു റിവാർഡായിട്ട് എന്നുള്ള രീതിയിൽ എന്തോ ആയിക്കോട്ടെ, പക്ഷേ അത് അനുസരിക്കാതിരിക്കുമ്പോൾ നമുക്ക് പെനാൽറ്റി ലഭിക്കുന്നില്ലേ, ശിക്ഷ ലഭിക്കുന്നില്ലേ, പിഴ ലഭിക്കുന്നില്ലേ? സോ അതും എന്താണ്, അധികാരം റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ റിലേറ്റീവ് ആൻഡ് നോട്ട് അബ്സല്യൂട്ട്. പവർ ഈസ് നോട്ട് ആൻ ഇൻഹറന്റ് പ്രോപ്പർട്ടി ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഇറ്റ് റിക്വയർസ് അതേഴ്സ് ടു റെക്കഗ്നൈസ് ആൻഡ് അക്സെപ്റ്റ് ഇറ്റ്. അതായത് അധികാരം ഒരിക്കലും അയാളുടെ ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു റൈറ്റ് അല്ല, അതായത് അയാളുടെ അന്തർലീനമായിട്ട് കിടക്കുന്ന ഒരു കാര്യമല്ല. മറ്റുള്ളവർ അത് തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യണം. ഇപ്പോൾ ഞാൻ ക്ലാസ് ലീഡറിനെ പറഞ്ഞ കേസ് തന്നെയാണ്. ക്ലാസ് ലീഡർ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി നിന്നിട്ട് കാര്യമില്ല. മറ്റുള്ളവർ എന്ത് ചെയ്യണം, ഞാൻ ക്ലാസ് ലീഡർ ആണെന്ന് അംഗീകരിക്കുകയും എന്നെ അനുസരിക്കുകയും അല്ലെങ്കിൽ തിരിച്ചറിയുകയും വേണം. അതിലൂടെ മാത്രമാണ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, പവർ എന്ന് പറയുന്ന ഒരു കാര്യം, അധികാരം എന്ന് പറയുന്ന ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതിൽ ടെമ്പറൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നുണ്ട്. പവർ ഡൈനാമിക്സ് ക്യാൻ ചേഞ്ച് ഓവർ ടൈം ആൻഡ് സർക്കംസ്റ്റൻസസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ആക്ച്വൽ പവർ കറൻ്റ്ലി എക്സസൈസ്ഡ് ആൻഡ് ദ പൊട്ടൻഷ്യൽ പവർ കുഡ് ബി എക്സസൈസ്ഡ് ഇഫ് നീഡഡ്. അതായത് ഈ പവർ ഡൈനാമിക്സിൽ കാലത്തിനും സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് മാറാം. ഇപ്പോൾ നമ്മുടെ പവർ എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് 5 വർഷമാണ് കാലയളവ് എന്ന് പറയുന്നത്. ആ 5 വർഷമാണ് അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അവർക്ക് ഭരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് ഭരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പവർ എപ്പോഴും അയാളുടെ കയ്യിൽ തന്നെയല്ല. അടുത്ത 5 വർഷം വരുമ്പോൾ വേറെ ആരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരായിട്ട് മാറും. അപ്പോൾ എന്താണ്, കാലങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് നിലവിൽ നമ്മളത് പ്രയോഗിക്കുന്നുണ്ട്, പക്ഷേ ആവശ്യമെങ്കിൽ നമുക്കത് ഫ്യൂച്ചറിൽ ഉപയോഗിക്കാൻ കഴിയും. എങ്ങനെ, നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും എന്നാണ് ഇതിലൂടെ പറയുന്നത്. ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പവർ എന്ന് പറയുന്നത്. നമ്മളൊരു കുറച്ചൊരു 8 പോയിന്റോളം പറഞ്ഞിട്ടുണ്ട്. പവർ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഇൻഫ്ലുവൻസ് ആണ്. അതായത് എബിലിറ്റി ടു എൻഫോഴ്സ് കംപ്ലൈനിങ് യൂസിങ് സാങ്ഷൻസ്. നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ എൻഫോഴ്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ക്യാരക്ടറിസ്റ്റിക്സിൽ കപ്പാസിറ്റി ടു ഇൻഫ്ലുവൻസ് പറഞ്ഞിട്ടുണ്ട്, റേഷണൽ നേച്ചർ പറഞ്ഞിട്ടുണ്ട്, ബിഹേവിയറൽ ആസ്പെക്റ്റ് പറഞ്ഞു, സിറ്റുവേഷണൽ കോണ്ടെക്സ്റ്റ് പറഞ്ഞു, ഡിപ്പെൻഡൻസ് ഓഫ് യൂസ് പറഞ്ഞു, അതുപോലെ സപ്പോർട്ടഡ് ബൈ സാങ്ഷൻസ് പറഞ്ഞു, റിലേറ്റീവ് ആൻഡ് നോട്ട് അബ്സല്യൂട്ട് പറഞ്ഞു, ടെമ്പറൽ ആസ്പെക്റ്റ് പറഞ്ഞു. അപ്പോൾ ഒരു 5 പോയിന്റ്സ് എങ്കിലും മനസ്സിലാക്കി വെക്കുക. ഇനി ഈ പവറിൻ്റെ സോഴ്സസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെയാണ് പവറിൻ്റെ സോഴ്സസ്? സോ ഫസ്റ്റ് വൺ ആയിട്ട് പറയുന്നത് നോളജാണ്. പവറിൻ്റെ സോഴ്സായിട്ട് ആദ്യം പറയുന്നത് നോളജാണ്. അതായത് മറ്റുള്ളവരെ ഫലപ്രദമായിട്ട് നമുക്ക് നയിക്കാനും സ്വാധീനിക്കാനുമുള്ള ഒരു അറിവുണ്ടായിരിക്കണം. അതിലൂടെ മാത്രമാണ് ഒരു ഇൻഡിവിജ്വലിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, പവർ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. നോളേജ് എക്യുപ്സ് ഇൻഡിവിജ്വൽ ടു ലീഡ് ഇൻഫ്ലുവൻസ് അതർ എഫക്റ്റീവ്ലി. മറ്റൊരാളെ അല്ലെങ്കിൽ മറ്റാളുകളെ ഒക്കെ തന്നെ എഫക്റ്റീവായിട്ട് ലീഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നുണ്ടെങ്കിലും പവറിൽ നിൽക്കുന്ന ആൾക്ക് എന്ത് വേണം, നോളജ്, അറിവ് വേണം എന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ പവറാണ്. അതായത് സംഘടനാ ശക്തി എന്ന് പറയുന്നു. ബീങ് പാർട്ട് ഓഫ് പവർഫുൾ ഓർഗനൈസേഷൻ എൻഹാൻസ് വൺസ് എബിലിറ്റി ടു എൻഫോഴ്സ്. അതായത് ഇപ്പോൾ നമുക്കൊരു സംഘടന, ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എടുക്കുകയാണ്. ആ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിൽക്കുന്നതുകൊണ്ട് ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡറിന് ഇത്രയും ആളുകളുടെ സപ്പോർട്ട് ഉണ്ട്, ഒരു ഓർഗനൈസേഷണൽ പവർ ഉണ്ട്. അതായത് സംഘടനയുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അത്രയും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു പവർ എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം, അദ്ദേഹത്തെ എൻഹാൻസ് ചെയ്യണം. അല്ലെങ്കിൽ എന്താണ്, ഒരു ഓർഗനൈസേഷണൽ പവർ, ഒരു സംഘടനാ ശക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ പവർ കുറച്ചുകൂടി നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അതാണ് രണ്ടാമത്തെ സോഴ്സ് ഓഫ് പവർ എന്ന് പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് സ്റ്റാറ്റസ് ആണ്. ഇക്കണോമിക് ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ് ക്യാൻ സിഗ്നിഫിക്കൻറ്റ് സോഴ്സ് ഓഫ് പവർ. ഇപ്പോൾ പദവി എന്ന് പറയാം. ഇപ്പോൾ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ഒരു പദവി എന്ന് പറയുന്നത് അധികാരത്തിൻ്റെ ഒരു പ്രധാന സോഴ്സാണ്. ഇപ്പോൾ നല്ല പദവിയിലിരിക്കുന്ന ഒരാൾക്ക് കൃത്യമായിട്ടുള്ള രീതിയിലൊരു എന്തുണ്ട്, അവിടെ ഒരു പവർ ഉണ്ട്.
ഇപ്പോൾ സാധാരണ ഒരാൾ, ഇപ്പോൾ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലാത്ത ഒരാൾ വന്നിട്ടൊരു കാര്യം പറയുന്നതും വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ വന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? അതാണ് സ്റ്റാറ്റസിനെ സംബന്ധിച്ച്. ഇപ്പോൾ നല്ല, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല കാശുള്ള ഒരാൾ പറയുന്നതും കാശില്ലാത്തവൻ പറയുന്നതും തമ്മിലൊരു വ്യത്യാസമല്ലേ? അതുമുണ്ട്. ഒരിക്കലും നമ്മൾ ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. എന്നിരുന്നാൽ പോലും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എക്കണോമിക്കും സോഷ്യൽ ആയിട്ടുള്ള സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സോഴ്സ് ഓഫ് പവർ ആണ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് സ്കില്ലാണ്. നമുക്കുണ്ടാവുന്ന സ്കില്ല്, നമ്മുടെ തന്ത്രം അല്ലെങ്കിൽ നമ്മുടെ വൈദഗ്ധ്യം ഒക്കെ തന്നെ വ്യക്തികൾക്ക് എന്ത് ചെയ്യും, കുറച്ചുകൂടി പവർ നൽകുമെന്നാണ് പറയുന്നത്. ഫിഫ്ത്ത് വൺ ഫെയ്ത്ത് ഓർ ബിലീവ്സ്, നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ ബിലീവ്സ് എന്ന് പറയുന്നത്. വിന്നിങ് ദ ട്രസ്റ്റ് ആൻഡ് ബിലീഫ് ഓഫ് പീപ്പിൾ ഈസ് ക്രൂഷ്യൽ ഫോർ സസ്റ്റൈൻ പവർ. ഇപ്പോൾ ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡറാണ്, എൻ്റെ മേളിൽ ആളുകൾക്ക് വിശ്വാസമുണ്ട്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതായിരിക്കുമെന്ന് ആളുകൾ വിശ്വസിച്ചാൽ മാത്രമാണ് എൻ്റെ അധികാരം എന്ന് പറയുന്നത് നിലനിന്ന് പോവുകയുള്ളൂ. ഇപ്പം ഞാൻ അധികാരത്തിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞൊന്നും ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് എന്നെ പുറത്താക്കാനേ പറ്റുള്ളൂ. അടുത്ത വർഷത്തെ വോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അടുത്ത വർഷത്തെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ പുറത്താവും. അതാണ് ഫെയ്ത്ത് ഓർ ബിലീഫ്, ആളുകൾക്ക് നമ്മുടെ അടുത്തൊരു ബിലീവ് ഉണ്ടാവണം എന്ന് പറയുന്നത്. സിക്സ്ത് വൺ എന്ന് പറയുന്നത് മാസ് മീഡിയനെ കുറിച്ചിട്ടാണ്. ഈ മാസ് മീഡിയ എന്ന് പറയുമ്പോൾ കൺട്രോൾ ഓവർ മീഡിയ ഔട്ട്ലെറ്റ് ക്യാൻ സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസ് പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് ബിഹേവിയർ. ചിലപ്പോൾ പവർ ഉപയോഗിച്ചിട്ട് നമ്മൾ മീഡിയനെ കൺട്രോൾ ചെയ്യുകയാണെന്ന് വിചാരിക്കും. ഇപ്പോൾ മാധ്യമ സ്ഥാപനങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കുകയും പൊതുജനാഭിപ്രായത്തിനെയും പെരുമാറ്റത്തെയൊക്കെ തന്നെ ഗണ്യമായിട്ട് ബാധിക്കാൻ. ഇപ്പോൾ നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടുന്നതുകൊണ്ടല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് BJPയുടെ ഒരു ഭൂരിപക്ഷമൊക്കെ വളരെയധികം കുറഞ്ഞ സാഹചര്യത്തിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഉണ്ടായിരുന്നു അല്ലേ, നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അയാളുടെ റൈറ്റ് ടു സ്പീച്ച് എന്ന് പറയുന്ന ഒരു കാര്യം, അയാൾ എക്സ്പ്രസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്തു. ആ എക്സ്പ്രസ് ചെയ്യുന്നതിലൂടെ ഒരുപാട് ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റി. ആ ഇൻഫ്ലുവൻസിലൂടെ പൊളിറ്റിക്കലി ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ മാസ് മീഡിയയിലൂടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മുടെ പവർ എന്ന് പറയുന്നത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും, പവർ ഇല്ലാതാക്കാനും വേണ്ടി പറ്റുമെന്നാണ് ഇതിലൂടെ കാണുന്നത്. സോ ഇതാണ് സോഴ്സ് ഓഫ് പവേഴ്സ് എന്ന് പറയുന്നത്. ഒരു 6 സോഴ്സസ് ആണ് പറഞ്ഞത്. നോളജ്, ഓർഗനൈസേഷൻ പവർ, സ്റ്റാറ്റസ്, സ്കില്ല്, ഫെയ്ത്ത് ഓർ ബിലീവ്സ്, മാസ് മീഡിയ. ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു അഫക്ട് അതേഴ്സ് പോളിസീസ് ആൻഡ് ബിഹേവിയേഴ്സ് ഓഫൻ വിത്തൗട്ട് ഡയറക്റ്റ് അതോറിറ്റി ഓർ എൻഫോഴ്സ്മെൻറ്റ്. അക്കോർഡിംഗ് ടു ഹാരോൾഡ് ലാസ്വെൽ, politics is the study of influence and influential. Highlighting its significance in political analysis, influence involves the capacity to shape decisions and actions in a society. So, ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ നയങ്ങളെയും അല്ലെങ്കിൽ പെരുമാറ്റങ്ങളെയും സ്വാധീനിക്കാനുള്ള കഴിവിനെയാണ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നുണ്ടാവുക. സോ പലപ്പോഴും നമ്മുടെ അധികാരം എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് നടപ്പിലാക്കാനോ അല്ലെങ്കിൽ നേരിട്ടുള്ളൊരു അധികാരമോ നടപ്പിലാക്കാതെയോ ഉള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്വാധീനിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സോ ഹാരോൾഡ് ലാസ്വെൽ പറയുന്നതിനനുസരിച്ചിട്ട് രാഷ്ട്രീയം, അതായത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സ്വാധീനത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഇൻഫ്ലുവൻസ് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ, സ്വാധീനത്തെയും സ്വാധീനിക്കപ്പെടുന്നവരെയും കുറിച്ചുള്ളൊരു പഠനമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. സോ ഈ ഒരു രാഷ്ട്രീയ വിശകലനം എന്ന് പറയുന്നത് അതിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നത് ഇതിലൂടെയാണ്. അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും രൂപപ്പെടുത്താനുള്ളൊരു കഴിവിനെ കുറിച്ചിട്ടാണ് ഇൻഫ്ലുവൻസിൽ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ മറക്കരുത്, ഇൻഫ്ലുവൻസ് ഇൻവോൾവ്സ് ദ കപ്പാസിറ്റി ടു ഷേപ്പ് ഡിസിഷൻസ് ആൻഡ് ആക്ഷൻസ് ഇൻ എ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിലെ ആക്ഷൻസും ഡിസിഷൻസും ഷേപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റീനെ കുറിച്ചിട്ടാണ് ഇൻഫ്ലുവൻസിൽ പറയുന്നത്. ഇനി ഈ ഇൻഫ്ലുവൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇൻ്റർപേഴ്സണൽ റിലേഷൻസ്, ഇപ്പോൾ വ്യക്തികൾ, ഗ്രൂപ്പുകൾ, ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഈ സ്റ്റേറ്റുകൾ, ഇത് തമ്മിലുള്ള ഒരു സ്വാധീനം സംഭവിക്കുന്നു. അപ്പോൾ ഒരു കക്ഷി മറ്റുള്ളവരുടെ പ്രവർത്തനത്തെയോ തീരുമാനങ്ങളെയോ ബാധിക്കുന്നതൊക്കെ ഇതിൽ പെടുന്നുണ്ട്. അപ്പോൾ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് 2 വ്യക്തികൾ തമ്മിലാവാം, 2 ഗ്രൂപ്പുകൾ തമ്മിലാവാം, 2 ഓർഗനൈസേഷൻസ് തമ്മിലാവും, അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ തമ്മിലാവാം. ഏത് രീതിയിലും എന്ത് നടക്കുന്നുണ്ട്, ഈ ഒരു തരത്തിലുള്ള സ്വാധീനം, ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന കാര്യം നടക്കുന്നുണ്ട്. അപ്പോൾ ഇൻ്റർപേഴ്സണൽ റിലേഷൻസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനി ഇൻവിസിബിൾ എക്സസൈസസ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ഈസ് ഓഫൺ സബ്റ്റിൽ ആൻഡ് മോറൽ റാദർ ദാൻ ലീഗൽ. ഇറ്റ് ക്യാൻ ബി എക്സസൈസ്ഡ് വിത്തൗട്ട് ഓവേർട്ട് ആക്ഷൻസ്. അതായത് സ്വാധീനം പലപ്പോഴും നിയമപരമല്ല, നമുക്ക് ലീഗലായിട്ട് സ്വാധീനിക്കപ്പെടാൻ വേണ്ടി പറ്റില്ല, പക്ഷെ അത് സൂക്ഷ്മമായിട്ടും ധാർമ്മികമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് വളരെ ഒരു ആക്റ്റീവായിട്ടുള്ള രീതിയിൽ ഒരു ഓർഗനൈസേഷനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ എന്ത് കൊണ്ടുവരണം, ഇൻഫ്ലുവൻസ് കൊണ്ടുവരണം. ആ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് നിയമപരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടണം എന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ഇതിനകത്ത് പറയുന്നത്. ഇനി
അടുത്ത ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എല്ലാ സമൂഹത്തിലും നമുക്കറിയാം രാഷ്ട്രീയ സംവിധാനത്തിലും നാഷണൽ ലെവലാവട്ടെ അതുപോലെ തന്നെ അന്തർദേശീയ തലങ്ങളിലൊക്കെ തന്നെ ഈ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കിടയിലൊക്കെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് നിലനിൽക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം നമ്മൾ ഇന്ത്യയും അതുപോലെ തന്നെ US അതുപോലെ തന്നെ UK, കാനഡ ഇവരൊക്കെ തമ്മിൽ എന്താണ് ഒരു തരത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നൊരു കാര്യം നിലനിൽക്കുന്നുണ്ട്. പിന്നെ കരിസ്റ്റമാറ്റിക് ലീഡേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് നേതാക്കൾക്ക് അവരുടെ ഒരു ഇൻഡിവിജ്വാലിറ്റിയിലൂടെ അവരുടെ നിയമപരവും ഭരണഘടനാപരവുമായിട്ടുള്ള അതൊരു അധികാരം പ്രയോജനപ്പെടുത്തുന്നതിലൂടെയൊക്കെ തന്നെ കാര്യമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു അതായത് കൂട്ടായിട്ടുള്ള ഒരു സ്വാധീനം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ പ്രഷർ ഗ്രൂപ്പ്സുകൾ, ട്രേഡ് യൂണിയൻസ്, മത നേതാക്കൾ, സാമൂഹിക പരിഷ്കർത്താക്കൾ ഇവരുടെയൊക്കെ തന്നെ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഒരുപാട് സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് കൊണ്ടുവരുന്നുണ്ട് എന്നാണ് ഇതിലൂടെ പറയുന്നത്. സോ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഫ്ലുവൻസിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ ഇത് ഇൻ്റർപേഴ്സണൽ റിലേഷൻ ആണെന്നും ഇൻവിസിബിൾ എക്സസൈസ് ആണെന്നുള്ള കാര്യവും അതുപോലെ കളക്റ്റീവ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന കാര്യം ഒരു 3 പോയിൻറ്റ്സ് ഇതിൽ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ടൈപ്സ് ഓഫ് ഇൻഫ്ലുവൻസ് എന്തൊക്കെയാണ് ഇതിൻ്റെ ടൈപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആക്ച്വൽ ഇൻഫ്ലുവൻസ് ആണ്. സോ ആക്ച്വൽ ഇൻഫ്ലുവൻസിലേക്ക് വരുമ്പോൾ ദ റിയലൈസ്ഡ് കപ്പാസിറ്റി ടു എഫക്റ്റ് അതേഴ്സ് ഓഫൺ ഡെമോൺസ്ട്രേറ്റഡ് ത്രൂ ആക്ഷൻ എന്നാണ് പറയുന്നത്. അതായത് മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള കഴിവ് പലപ്പോഴും പ്രവർത്തനത്തിലൂടെ പ്രകടമാവുന്നു. അതായത് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നത് നമ്മളെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ്, പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് അല്ലേ. അതിനെയാണ് ആക്ച്വൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അതായത് പ്രവർത്തനങ്ങളിലൂടെ നമ്മളെ സ്വാധീനിക്കുന്നതിനെയാണ് നമ്മൾ ആക്ച്വൽ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ യഥാർത്ഥ സ്വാധീനം എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ദി കപ്പാസിറ്റി ടു ഇൻഫ്ലുവൻസ് ബേസ്ഡ് ഓൺ അവൈലബിൾ റിസോഴ്സസ് ആൻഡ് ദെയർ എബിലിറ്റി ടു യൂട്ടിലൈസ് ദം. അതായത് സാധ്യമായുള്ള കാര്യങ്ങൾ, അതായത് ലഭ്യമായിട്ടുള്ള വിഭവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് സ്വാധീനിക്കാനുള്ള കഴിവും അവ ഉപയോഗിക്കാനുള്ള കഴിവുമാണ് നമ്മുടെ പൊട്ടൻഷ്യൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അതായത് പൊട്ടൻഷ്യൽ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതായത് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസിനെ അല്ലെങ്കിൽ വിഭവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു തരത്തിൽ എന്ത് ചെയ്യാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കഴിവ്. തേർഡ് വൺ എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ഇൻഫ്ലുവൻസ് ആണ്. ഹൈ പ്രോബബിലിറ്റി ഓഫ് കംപ്ലയിൻസ് വിത്ത് മിനിമൽ എഫേർട്സ് ലൈക്ക് എ നാച്ചുറൽ ഇൻഫ്ലുവൻസ് ഓഫ് എ കെയറിങ് പാരൻറ്റ് ഓവർ ദെയർ ചിൽഡ്രൻ. ഇതിനകത്ത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ മേൽ നമുക്ക് മാതാപിതാക്കൾക്കൊരു കരുതൽ ഉണ്ടാവില്ലേ, അതെന്താണ് ഒരു സ്വാഭാവികമായിട്ട് വരുന്ന ഒരു ഇൻഫ്ലുവൻസ് ആണ്, ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ കുറഞ്ഞ പരിശ്രമം മൂലം പരിപാലിക്കുന്നതിനുള്ള ഉയർന്ന സാധ്യതയെക്കുറിച്ചിട്ടാണ് സ്പോണ്ടേനിയസ് ഇൻഫ്ലുവൻസിനകത്ത് പറയുന്നത്. ഇനി അടുത്തത് കൊയേഴ്സീവ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് നിർബന്ധിതമായിട്ടുള്ള സ്വാധീനത്തെക്കുറിച്ചിട്ടാണ്. ഇപ്പോൾ ലോ പ്രോബബിലിറ്റി ഓഫ് കംപ്ലയിൻസ് റിക്വയറിങ് സിഗ്നിഫിക്കൻറ്റ് എഫേർട്ട് ആൻഡ് പോസിബിലിറ്റി ദ യൂസ് ഓഫ് ത്രെറ്റ് ഓഫ് സെക്ഷൻസ്. അതായത് ഇപ്പോൾ ഇത് എന്ന് പറയുന്നത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതിൽ പാലിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം കാര്യമായിട്ടുള്ള രീതിയിലൊരു പരിശ്രമം ആവശ്യമുള്ളതാണ് ഈ ഒരു കൊയേഴ്സീവ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു പക്ഷേ ഒരുപാട് തരത്തിലുള്ള ഉപരോധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഭീഷണിയൊക്കെ തന്നെ ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. അതായത് ആളുകളെ ഭീഷണിപ്പെടുത്തിയിട്ട് ഓരോന്ന് ചെയ്യാമെന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ ഭീഷണിയോ അല്ലെങ്കിൽ മറ്റു തരത്തിലൊക്കെ തന്നെ ഓവർ എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട അവസ്ഥയെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ടൈപ്സ് ഓഫ് ഇൻഫ്ലുവൻസ് എന്താണെന്ന് നോക്കുക. അതിൽ ആക്ച്വൽ ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്, സ്പോണ്ടേനിയസ് ഉണ്ട്, കൊയേഴ്സീവ് ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നോക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വാട്ട് ഈസ് ലെജിറ്റിമസി എന്നുള്ളതാണ്. ലെജിറ്റിമസി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും, ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ്. പൊളിറ്റിക്കൽ തിയറീനെ സംബന്ധിച്ച് ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ് ലെജിറ്റിമസി എന്ന് പറയുന്നത്. അധികാരം എന്ന് പറയുന്നതിൻ്റെ ശരിയായതും അംഗീകരിക്കപ്പെട്ടതുമായിട്ടുള്ള ഉപയോഗത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലെജിറ്റിമസി എന്ന് പറയാം. So, legitimacy is a fundamental concept of modern political theory referring to the rightful and accepted use of power. അപ്പോൾ നമ്മൾ പവർ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ലെജിറ്റിമസി എന്ന് പറയുന്നത് നമ്മുടെ അധികാരത്തിൻ്റെ ശരിയായതും അംഗീകരിക്കപ്പെട്ടുമായിട്ടുള്ള ഒരു ഉപയോഗത്തെയാണ് പരാമർശിക്കുന്നത്. സോ ഒരു അടിസ്ഥാന ആശയമാണ് ലെജിറ്റിമസി അല്ലെങ്കിൽ നിയമസാധുത എന്ന് പറയുന്നത്. സോ ദി റിപ്പബ്ലിക് എന്ന ഗ്രന്ഥത്തിൽ പ്ലേറ്റോ ആണ് നീതിയെക്കുറിച്ചുള്ള ഒരു ആശയത്തിൽ നിന്ന് ഈ ഒരു ആശയം നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇറ്റ് ഹാസ് ബീൻ എക്സിസ്റ്റീവ്ലി ഡെവലപ്ഡ് കണ്ടംപററി തിങ്കേഴ്സ് പവർ ഇൻഫ്ലുവൻസ് ആൻഡ് ദ അതോറിറ്റി ആർ എഫക്റ്റീവ് ഓൺലി വെൻ ദേ ആർ സീൻ ആസ് ലെജിറ്റിമേറ്റ്. സോ അധികാരവും സ്വാധീനവും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ
ഈ ഒരു അതോറിറ്റിയുടെ കേസുകളും ഒക്കെ തന്നെ നിയമാനുസൃതമായിട്ട് കാണപ്പെടുമ്പോൾ മാത്രമാണ് അത് ഫലപ്രദമാവുള്ളൂ. അതായത് ഒരാൾ വന്ന് നമ്മുടെ മേലുള്ള അധികാരം സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമില്ല. പക്ഷേ അത് ഒരു നമ്മൾ പറഞ്ഞ പോലെ ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിയമപരമായിട്ടുള്ള ഒരു കാര്യമാണ്, നിയമാനുസൃതമായിട്ടാണ് നമ്മളെ അധികാരത്തിലാക്കുന്നത്, സ്വാധീനിപ്പിക്കപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങൾ അതോറിറ്റിയൊക്കെ വരുന്നത് അതിലൂടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് അനുസരിക്കും. അതായത് നമുക്കത് വേണം, അത് ഫലപ്രദമായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ സംസ്കാരത്തിൻ്റെയും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മോഡേൺ ആയിട്ടുള്ള പല കാര്യങ്ങളുടെയും പരിണാമത്തോട് കൂടിയിട്ട് ഇത്തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കുറച്ചുകൂടി ബലപ്രയോഗം എന്നുള്ളൊരു സാധനമില്ല. അതായത് പൊതുജന അഭിപ്രായം എന്ന് പറയുന്നത് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൊതുജന അഭിപ്രായത്തിനനുസരിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ബലപ്രയോഗത്തിലൂടെ അല്ല, നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറണം. പണ്ട് എന്ന് പറയുമ്പോൾ ഒരു കാര്യം എന്ന് അടിച്ചേൽപ്പിക്കുമ്പോൾ അത് ബലപ്രയോഗത്തിലൂടെയാണ് അടിച്ചേൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ സിമ്പിളായിട്ട് മാറി. അതുകൊണ്ട് തന്നെ അധികാരം എന്ന് പറയുന്നത് ഫലപ്രദമായിട്ട് പ്രയോഗിക്കുന്നതിന് ലെജിറ്റിമസി എന്ന് പറയുന്ന ഒരു കാര്യം നിർബന്ധമാണ്. അതായത് നിയമസാധുത എന്ന് പറയുന്ന കാര്യം നിർബന്ധമാണ്. ഇപ്പോൾ കിങ്ങിൻ്റെ കേസ് പറയുമ്പോൾ കിങ് പറയുന്ന എല്ലാവരും അനുസരിക്കണം. ഇത് കിങ് പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ അവിടെ അടിച്ചേൽപ്പിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തെ സംബന്ധിച്ച് അങ്ങനെയാണോ? നമ്മുടെ ഒരു പവറുള്ള കയ്യിലുള്ള, ഇപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡന്റ് ആവട്ടെ എന്തോ ആവട്ടെ, അവരൊക്കെ തന്നെ അവരുടെ പവർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അധികാരത്തെ ഉപയോഗിക്കുന്ന നമ്മുടെ അടുത്ത് അടിച്ചേൽപ്പിച്ചുകൊണ്ടല്ല, അതായത് പൊതുജനാഭിപ്രായത്തിൽ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അത്യാവശ്യം അവരുടെ അധികാരം വളരെ ഫലപ്രദമായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലെജിറ്റിമസി എന്ന് പറയുന്നത്. സോ ദ ടേം ലെജിറ്റിമസി കംസ് ഫ്രം ദി ലാറ്റിൻ വേർഡ് ലെജിറ്റിമാസ് മീനിങ് ലോഫുൾ. അപ്പോൾ ലോഫുൾ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് എന്ത് ചെയ്തത്, ഈ ഒരു ലെജിറ്റിമസി എന്ന് പറയുന്ന വേർഡ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇൻ ദി മിഡിൽ ഏജസ് ഇറ്റ് വാസ് ഇൻ്റർപ്രറ്റഡ് ആസ് എ ലെജിറ്റിമിറ്റാസ് ആൻഡ് റെഫർ ടു ആസ് ലോഫുൾ പവർ. അപ്പോൾ ഇതിനെ ഒരു മിഡിൽ ഏജസ് ഒക്കെ ആകുമ്പോഴേക്കും ലോഫുൾ പവർ എന്ന് പറയുന്ന രീതിയിൽ അതിനെ റെഫേഴ്സ് ചെയ്തിട്ടുണ്ട്. ഓവർ ടൈം ഇറ്റ് മീനിങ് ഹാസ് ഇവോൾവ്ഡ് ഇൻക്ലൂഡ് ട്രഡീഷണൽ പ്രൊസീജിയേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ് ആൻഡ് കൺസെൻറ്റ് വിച്ച് നൗ ഇസ് കൺസിഡർഡ് എസെൻഷ്യൽ ഫോർ ദി ലെജിറ്റിമേറ്റ് റൂൾ. നമുക്കറിയാമല്ലേ, അതായത് ഇതിൽ പരമ്പരാഗതമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ ഭരണഘടനാ തത്വങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ സമ്മതം ഉണ്ടാവാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി എന്താണ് ലോഫുൾ ആയിട്ട് മാറുന്നു എന്ന് പറയാം. സോ മാക്സ് വെബർ ഫസ്റ്റ് articulated legitimacy as a universal concept stating that is based on belief and the power of effective only if it is perceived as a legitimate. Without legitimacy, power is mere force often leading to instability. സോ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള രീതിയിലാണ് ലെജിറ്റിമസി എന്ന് പറയുന്ന ഒരു കാര്യം പോകുന്നത്, അല്ലെങ്കിൽ പവർ എന്ന് പറയുന്ന ഒരു കാര്യം പോകുന്നത്. അധികാരം എന്ന് പറയുന്നത് നിയമാനുസൃതമാണ്, അതിനകത്ത് ആളുകൾക്കൊരു വിശ്വാസം വരുന്നു, അതിലൂടെ മാത്രമാണ് അത് ഫലപ്രദമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിയമസാധുതയല്ലാത്ത, അതായത് നമ്മുടെ ലെജിറ്റിമേറ്റ് അല്ലാത്ത അധികാരം എന്ന് പറയുന്നത് വെറും, അതായത് ഒരു ശക്തി എന്നുള്ള നിലയിലാണ്, പക്ഷേ അതെന്ത് ചെയ്യും, ഇൻസ്റ്റെബിലിറ്റിയിലേക്ക് പോകും, അതായത് അത് അസ്ഥിരതയിലേക്ക് പോകാൻ വേണ്ടിയിട്ടും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പവർ എന്ന് പറയുന്നത് ആളുകൾ അംഗീകരിക്കണം, അല്ലെങ്കിൽ ആ പവറിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കണം, ലെജിറ്റിമേറ്റ്, അതായത് ലെജിറ്റിമസി നിയമസാധുതയിൽ വേണം. ഇനി വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലെജിറ്റിമസിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത്. സോ ലെജിറ്റിമസി എൻറ്റെയിൽസ് ഐ ബിലീവ് ഇൻ മോറൽ റൈറ്റ്നെസ് ഓഫ് അതോറിറ്റി. അതായത് നിയമസാധുത എന്ന് പറയുന്നത് അധികാരത്തിൻ്റെ അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള രീതിയിലുള്ള ശരിയായിട്ടുള്ള രീതിയിലുള്ള ഒരു ബിലീഫിലാണ് പറയുന്നത്. അതായത് വിശ്വാസത്തിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ മോറലായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ലെജിറ്റിമസി നിയമസാധുത കൊടുക്കുന്നത് എന്താണ്, മോറലായിട്ടുള്ള കാര്യങ്ങൾക്കും ബിലീഫായിട്ടുള്ള കാര്യങ്ങൾക്കും അതോറിറ്റി ചെയ്യുന്ന റൈറ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുക, ലെജിറ്റിമസി നിയമസാധുത കൊടുക്കുക. അതുകൊണ്ട് പവറിന് നിയമസാധുത ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളായിരിക്കണം അതിൽ ചെയ്യേണ്ടത്. ഇറ്റ് റിക്വസ്റ്റ് ജനറൽ അക്സെപ്റ്റൻസ് ബൈ ദി ഗവേൺഡ്. അതായത് ഭരിക്കുന്നവരുടെ പൊതുവായിട്ടുള്ള ഒരു സ്വീകാര്യത എന്ന് പറയുന്നത് ലെജിറ്റിമസിക്ക് അത്യാവശ്യമാണ്. അതുപോലെ ലെജിറ്റിമേറ്റ് പവർ റിലീസ് ഓൺ കൺസേൺ റാദർ ദാൻ കൊറേഷൻ. അതായത് നിയമാനുസൃതമായിട്ടുള്ള അംഗീകാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിയമാനുസൃതമായിട്ടുള്ള രീതിയിലൊരു അധികാരം എന്ന് പറയുന്നത് ബലപ്രയോഗത്തെക്കാളും സിമ്പിളാണ്, അതായത് ബലപ്രയോഗത്തെക്കാളും നല്ല രീതിയിലാണ് അത് പോകുന്നത്. സോ ഇവിടെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ലെജിറ്റിമേറ്റ് പവർ എന്ന് പറയുന്നത് റിലേ ചെയ്യുന്നത് കൺസെൻ്റ് ആണ്, അതായത് ഒരാളുടെ സമ്മതമാണ്. പക്ഷേ മറ്റേതിൽ പറയുമ്പോൾ നമ്മൾ എന്താണ്, ബലപ്രയോഗമാണ് ഉപയോഗിക്കേണ്ടി വരിക. അപ്പോൾ ലെജിറ്റിമേറ്റ് ആവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമസാധുത ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, അതെന്ത് ചെയ്യും, കൺസെൻറ്റോട് കൂടിയിട്ടാണ്. അതുപോലെ അടുത്ത പോയിന്റ് പറയുന്നത് ലെജിറ്റിമേറ്റ് പ്രൊവൈഡ് സ്റ്റെബിലിറ്റി ടു പൊളിറ്റിക്കൽ സിസ്റ്റം ബൈ റിഡ്യൂസിങ് റിലയൻസ് ഓൺ ഫോഴ്സ്. അതായത് ഒരാളെ ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ ജനങ്ങളെ മൊത്തം ഫോഴ്സ് ചെയ്തിട്ട് അവർ ഓരോ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ്
എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നല്ല രീതിയിൽ പോവില്ല. പക്ഷേ നല്ലൊരു പൊളിറ്റിക്കൽ സിസ്റ്റത്തെ സംബന്ധിച്ച് നല്ല രീതിയിൽ അത് ഫോഴ്സ് ഒന്നും ഇല്ലാതെ ആളുകളുടെ ബിലീഫ്സിനനുസരിച്ച് ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിയമസാധുതയോട് കൂടിയിട്ട് ആ പവർ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആളുകൾ അത് സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും, നല്ല രീതിയിൽ സ്റ്റെബിലിറ്റിയോട് കൂടിയിട്ട് അത് പോകും. ഒരിക്കലും അത് ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ലെജിറ്റിമസി എന്തിനു നൽകുന്നുണ്ട്, പവറിന് നൽകുന്നുണ്ട്. അതുപോലെ ലെജിറ്റിമസി ഇവോൾവ്സ് ഇൻ എ സൊസൈറ്റൽ ചേഞ്ചസ് ആൻഡ് ന്യൂ പ്രിൻസിപ്പിൾസ് മേ റീപ്ലേസ് ഓൾഡ് വൺസ്. അപ്പോൾ നിയമസാധുത എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ പരിണമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പുതിയ തത്വങ്ങളൊക്കെ തന്നെ വന്നുകൊണ്ട് പഴയ തത്വങ്ങളെയൊക്കെ തന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും സാധിക്കുന്നു. അപ്പോൾ ലെജിറ്റിമസി എന്ന് പറയുന്ന കാര്യം നിയമസാധുതയാണ് പറയുന്നത്. അപ്പോൾ പവറൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ലെജിറ്റിമസി, അതായത് ലെജിറ്റിമേറ്റ് ആവേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ടും അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. സോ ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഴ്സസ് ഓഫ് ലെജിറ്റിമസിനെ കുറിച്ചിട്ടാണ്. മാക്സ് വെബറാണ് ഈ ഒരു 3 സോഴ്സസ് ഓഫ് കാര്യങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രൈമറി സോഴ്സസ് എന്നുള്ള രീതിയിൽ സോഴ്സസ് ഓഫ് ലെജിറ്റിമസീനെ 3ആയിട്ടാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്യുന്നത്. ട്രഡീഷൻ ഉണ്ട്, എക്സെപ്ഷണൽ പേഴ്സണൽ ക്വാളിറ്റീസ് ഉണ്ട്, ലീഗാലിറ്റി ഉണ്ട്. സോ ഇതിൽ ട്രഡീഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ലോങ് സ്റ്റാൻഡിങ് കസ്റ്റംസ് ആൻഡ് പ്രാക്ടീസസ്. നമുക്കറിയാം ലെജിറ്റിമസി നിയമസാധുതയെക്കുറിച്ച് പറയുമ്പോൾ മാക്സ് വെബർ പ്രൈമറി സോഴ്സസ് ആയിട്ട് പറഞ്ഞത് ട്രഡീഷനാണ്. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീർഘകാലമായിട്ട് നിലനിൽക്കുന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയൊക്കെ തന്നെ അടിസ്ഥാനമാക്കിയിട്ടുള്ള രീതിയിലുള്ള സോഴ്സസ് ആണ് ലെജിറ്റിമസിയുടെ ആദ്യത്തെ സോഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത് എക്സെപ്ഷണൽ പേഴ്സണൽ ക്വാളിറ്റീസ് ആണ്. കാരിസ്മയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഒരു നേതാവിൻ്റെ അസാധാരണമായിട്ടുള്ള രീതിയിലുള്ള സവിശേഷതകൾ വരുന്നവയാണ്. അതായത് റൂട്ടഡ് ഇൻ ദ എക്സ്ട്രാ ഓർഡിനറി ആട്രിബ്യൂട്ട്സ് ഓഫ് എ ലീഡർ. ഒരു ലീഡറിൻ്റെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് മൂലം വരുന്ന ഒന്നാണ് സോഴ്സസ് അല്ലെങ്കിൽ ലെജിറ്റിമസിയുടെ മറ്റൊരു സോഴ്സ് എന്ന് പറയുന്നത്. ലീഗാലിറ്റി എന്ന് പറയുന്നത് നിയമസാധുതയാണ്. അതായത് സ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളുണ്ടാവും, നടപടിക്രമങ്ങളുണ്ടാവും, ഇതൊക്കെ പാലിക്കുന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. സോ ബേസ്ഡ് ഓൺ ദി അദറൻസ് ടു എസ്റ്റാബ്ലിഷ്ഡ് ലോ ആൻഡ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത്. മാക്സ് വെബറാണ് പറഞ്ഞത് ട്രഡീഷൻ, എക്സെപ്ഷണൽ പേഴ്സണൽ ക്വാളിറ്റീസ്, ലീഗാലിറ്റി. ഇനി അടുത്ത് പറയുന്നത് ടൈപ്സ് ഓഫ് ലെജിറ്റിമസിനെ കുറിച്ചിട്ടാണ്. ഡേവിഡ് ഈസ്റ്റൺ ആണ് ഇത് ഔട്ട്ലൈൻ ചെയ്യുന്നത്. ഇത് 3 ടൈപ്സ് ഉണ്ട്. ഐഡിയോളജിക്കൽ ലെജിറ്റിമസി ഉണ്ട്, സ്ട്രക്ചറൽ ലെജിറ്റിമസി ഉണ്ട്, പേഴ്സണൽ ലെജിറ്റിമസി ഉണ്ട്. അപ്പോൾ ഡേവിഡ് ഈസ്റ്റൺ ഈ 3 തരത്തിലുള്ള ടൈപ്സിനാണിത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഐഡിയോളജിക്കൽ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ പ്രിവൈലിംഗ് സൊസൈറ്റൽ ഐഡിയോളജീസ് ദാറ്റ് പ്രൊവൈഡ്സ് എ വിഷൻ ഫോർ ദ ഫ്യൂച്ചർ ആൻഡ് ദ ഇൻസ്പയർ കളക്റ്റീവ് ആക്ഷൻസ്. അതായത് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിയമസാധുതയെക്കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. സോ ഇതിൽ ഭാവിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് പ്രദാനം ചെയ്യുകയും ഒരു കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തെയൊക്കെ തന്നെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന നിലവിലുള്ള ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ഐഡിയോളജീസിനെയൊക്കെ തന്നെ ബേസ് ചെയ്തിട്ടാണ് ഇതിൽ വരുന്നത്. സോ ഐഡിയോളജിക്കൽ ലെജിറ്റിമസി എന്ന് പറയുന്നത് സൊസൈറ്റൽ ആയിട്ടുള്ള ഐഡിയോളജീസിനെ പ്രിവൈൽ ചെയ്തുകൊണ്ടാണ്. അതുപോലെ ഫ്യൂച്ചറും ഇൻസ്പയർ കളക്റ്റീവ് ആക്ഷൻസിനൊക്കെ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇതിൽ ആദ്യത്തെ ടൈപ്പായിട്ടുള്ള ഐഡിയോളജിക്കൽ ലെജിറ്റിമസിയിൽ ഡേവിഡ് ഈസ്റ്റൺ പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ലെജിറ്റിമസി ആണ്. ഡിറൈവ്ഡ് ഫ്രം ദ അക്സെപ്റ്റഡ് സ്ട്രക്ചേഴ്സ് ആൻഡ് നോംസ് ഓഫ് ദ പൊളിറ്റിക്കൽ സിസ്റ്റം വിച്ച് ഗൈഡ് ദ എക്സസൈസ് ഓഫ് അതോറിറ്റി. ഘടനാപരമായിട്ടുള്ള നിയമസാധുത. അപ്പോൾ ഈ അധികാരം എന്ന് പറയുന്നത്, നമ്മുടെ പവർ എന്ന് പറയുന്നത് പ്രയോഗിക്കുന്നതിനെ നയിക്കുന്ന പലതരത്തിലുള്ള പൊളിറ്റിക്കൽ വ്യവസ്ഥകളുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം തന്നെ അംഗീകരിക്കുന്ന ഘടനകളിൽ നിന്നും മാനദണ്ഡങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ലെജിറ്റിമസിയാണ് സ്ട്രക്ചറൽ ലെജിറ്റിമസി എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ നോംസ് എന്നോ അല്ലെങ്കിൽ സ്ട്രക്ചർ എന്നോ അല്ലെങ്കിൽ ഒരു അതോറിറ്റിയുടെ എക്സസൈസിൽ നിന്നോ ഗൈഡുകളിൽ നിന്നോ ഒക്കെ തന്നെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഒരു മാനദണ്ഡമാണ്, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ തന്നെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഒന്നാണ് ഘടനാപരമായിട്ടുള്ള നിയമസാധുത അല്ലെങ്കിൽ സ്ട്രക്ചറൽ ലെജിറ്റിമസി എന്ന് പറയുന്നത്. പേഴ്സണൽ ലെജിറ്റിമസി എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദി ട്രൂത്ത്ഫുൾനെസ് ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ ലീഡേഴ്സ് ഫോർ പേഴ്സണൽ ആട്രിബ്യൂട്ട്സ് പ്ലേ എ ക്രിട്ടിക്കൽ റോൾ. അപ്പോൾ ട്രസ്റ്റ് വർത്തിനെസ് എന്നാണ് പറയുന്നത്. അതായത് ട്രസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വ്യക്തിഗത നേതാക്കളും അതുപോലെ വിശ്വാസത്തെയും അവരുടെ പെരുമാറ്റത്തെയും ഒക്കെ അടിസ്ഥാനമാക്കിയിട്ട് അവിടെ ഒരു അത്തരത്തിലുള്ള ഒരു ആട്രിബ്യൂട്ട്സ് അവിടെ നിർണായക പങ്ക് വഹിക്കുന്നത് മൂലം പേഴ്സണൽ ലെജിറ്റിമസി എന്ന് പറയുന്ന രീതിയിൽ, വ്യക്തിഗത നിയമസാധുത എന്ന് പറയുന്ന രീതിയിൽ ഒരെണ്ണം ഉരുത്തിരിഞ്ഞു വരുന്നു. അപ്പോൾ ലെജിറ്റിമസി എന്ന് പറയുന്നത് ഡേവിഡ് ഈസ്റ്റൺ ഔട്ട്ലൈൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് 3 ടൈപ്സിലാണ്. ഐഡിയോളജിക്കൽ ഉണ്ട്, സ്ട്രക്ചറൽ ഉണ്ട്, പേഴ്സണൽ ഉണ്ട്. ഇനി ഈ ലെജിറ്റിമസിയുടെ ക്രൈസിസ് എന്താണ് എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. സോ നിയമസാധുത എന്ന് പറയുന്നത്, ലെജിറ്റിമസി എന്ന് പറയുന്നത് ഭീഷണിയിലാവുന്നത് ഒരു രാഷ്ട്രീയ സംവിധാനം, നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് സാമൂഹികവും അതുപോലെ പൊളിറ്റിക്കലിയുമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ക്രമത്തിലാണ് പോവുക. അപ്പോൾ ഈ ഒരു ക്രമത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഒരു ചലഞ്ചിനെ അഭിമുഖീകരിക്കുമ്പോഴാണ് ഈ ലെജിറ്റിമസിക്ക് ഒരു ക്രൈസിസ് എന്നുള്ള രീതിയിൽ വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം പല ഗ്രൂപ്പുകളും എന്ത് ചെയ്യുന്നുണ്ട്,
പലതരത്തിലുള്ള ചലഞ്ചസും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പുകളൊക്കെ തന്നെ ഏതെങ്കിലും ഒരു പദവിക്ക് ഭീഷണിയോ അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ഗ്രൂപ്പുകൾ അവരുടെ പൊളിറ്റിക്സിലേക്കുള്ളൊരു പ്രവേശനം നിഷേധിക്കുന്നതോ അല്ലെങ്കിൽ രാഷ്ട്രീയ സംവിധാനം ഫലപ്രദമാണെന്നുണ്ടെങ്കിലും നിയമസാധുതയെ ദുർബലപ്പെടുത്തുന്നതൊക്കെ തന്നെ ലിപ്സെറ്റ് പറയുന്നു. അപ്പോൾ ഈ ഒരു ലെജിറ്റിമസി ത്രട്ടേൺ ചെയ്യുന്നത് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചസിലൂടെ പോകുമ്പോൾ സോഷ്യലും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഓർഡറിലാണ് ചേഞ്ച് ഉണ്ടാവുക. അപ്പോൾ ലിപ്സെറ്റ് നോട്ട് ചെയ്യുന്നതിനനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ത്രെട്ട് എന്ന് പറയുന്നത് മേജർ കൺസർവേറ്റീവ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഒരു ഡെനിവൽ ഓഫ് പൊളിറ്റിക്കൽ ആക്സസ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഗ്രൂപ്പോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ എമേർജ് ചെയ്ത് വരികയും ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് എഫക്റ്റീവായിട്ട് പോകാതിരിക്കുകയും പറ്റുമ്പോഴാണ് അവിടെ ഒരു ലെജിറ്റിമസിക്ക് ഒരു ക്രൈസിസ് വരുന്നത്. സോ ലെജിറ്റിമസി എന്ന് പറയുന്നത് ഒരു എഫക്റ്റീവാണ്, സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിൽ എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ പവർ നല്ല രീതിയിൽ പോകുമെന്നും ഇറ്റ് ഈസ് നോട്ട് മിയർലി ആസ് ആൻ അബ്സ്ട്രാക്ട് ഓഫ് മോറൽ കൺസെപ്റ്റ് ബട്ട് ഈസ് ഡീപ്ലി ഇൻ്റർവൈൻഡ് വിത്ത് ദ എൻറ്റയർ പൊളിറ്റിക്കൽ സിസ്റ്റം. അപ്പോൾ ഇതെന്ന് പറയുന്നത് കേവലം ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ആശയം മാത്രമല്ല, മുഴുവൻ രാഷ്ട്രീയ വ്യവസ്ഥയും ഡീപ്പായിട്ട് ഇഴചേർത്തിരിക്കുന്ന ഒന്നാണ് ഈ ഒരു നിയമസാധുത എന്ന് പറയുന്നത്. ഭരണാധികാരികൾക്ക് അവരുടെ അധികാരത്തിൻ്റെ ശരിയിലും അതുപോലെ തന്നെ വിശ്വാസത്തെയും ഒക്കെ തന്നെ ആശ്രയിച്ചിട്ടാണ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, നല്ല രീതിയിലൊരു ഭരണം കാഴ്ചവെക്കാൻ പറ്റുന്നത്. ആ ഒരു ഭരണം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നൽകുന്ന ഒന്നാണ് ഈ ഒരു നിയമസാധുത, അതായത് ലെജിറ്റിമസി എന്ന് പറയുന്നത്. സോ ഈ ലെജിറ്റിമസിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണെന്ന് പറഞ്ഞത് ഒരു ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റാണ് മോഡേൺ പൊളിറ്റിക്കൽ തിയറിയിൽ നിന്ന് പറഞ്ഞു. റൈറ്റ്ഫുൾ ആൻഡ് അക്സെപ്റ്റഡ് യൂസ് ഓഫ് പവറിനെയാണ് നമ്മൾ ലെജിറ്റിമസി എന്ന് പറയാൻ പറഞ്ഞു. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, സോഴ്സസ് പറഞ്ഞു, ടൈപ്സ് പറഞ്ഞു, അതിൽ അനുഭവപ്പെടുന്ന ക്രൈസിസ് പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വാട്ട് ഈസ് അതോറിറ്റി എന്നുള്ളതാണ്. Authority is a crucial element in a society, essential for regulating behavior and ensuring stability. അപ്പോൾ നമുക്കറിയാം ഈ ഒരു അതോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ പലതരത്തിലുള്ള അതോറിറ്റീസിനെ കേട്ടിട്ടുണ്ടാവില്ല, ട്രഡീഷണൽ, ലീഗൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സമൂഹത്തിലും അധികാരം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, എസെൻഷ്യലാണ്, നിർണായക ഘടകമാണ്. അപ്പോൾ ആ ഒരു സൊസൈറ്റിയുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതും അവിടെ സ്റ്റെബിലിറ്റി ഉറപ്പാക്കുന്നതും ഒക്കെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കേവലം ഒരു അധികാരത്തിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മൾ ഈ പറയുന്ന ലീഗാലിറ്റി വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ആജ്ഞാപിക്കാനുള്ള അവകാശമുണ്ട്, അനുസരിക്കാനുള്ള ബാധ്യതയൊക്കെ സൂചിപ്പിക്കുന്നു. അതായത് അതോറിറ്റി എന്ത് പറയുന്നു, അതോറിറ്റി ഇപ്പോൾ റൈറ്റ് ടു കമാൻഡ്, അതോറിറ്റിക്ക് ഒരു കമാൻഡ് ചെയ്യാനുള്ള പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഒബേ ചെയ്യാനുള്ള ഒരു ഒബ്ലിഗേഷൻ അതിനകത്തുണ്ട്. So authority is often expressed through speech and reasoning rather than force, and it legitimacy transfer power into right, thus becoming authority. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, അധികാരം എന്ന് പറയുന്നത് ബലപ്രയോഗത്തേക്കാൾ എന്ത് ചെയ്യണം, സിമ്പിളാക്കിയിട്ട് സംസ്കാരത്തിലൂടെയും യുക്തിയിലൂടെയും പ്രകടിപ്പിക്കുന്നു. അപ്പോൾ നിയമസാധുത എന്ന് പറയുന്ന ഒരു കാര്യം അതിന് ലഭിക്കുകയും അധികാരം എന്ന് പറയുന്നത് ഒരു അവകാശമാക്കി മാറ്റുകയും ചെയ്യുന്നു. അങ്ങനെ അധികാരം എന്തായിട്ട് മാറുന്നു, ഒരു അവകാശമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അതിനെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. സോ അതോറിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ മാക്ലിവർ ഈസ് ദ പവർ ഓഫ് കമാൻഡ് ഒബീഡിയൻസ്. അപ്പോൾ അനുസരണത്തെ ആജ്ഞാപിക്കാനുള്ള അധികാരമാണ് ഈ ഒരു അതോറിറ്റിയിൽ പറയുന്നത്. സോ ഇതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബർട്ട് ഡാൽ എക്സ്പ്ലെയിൻസ് ദാറ്റ് അതോറിറ്റി ഈസ് വെൻ ആൻ ഇൻഡിവിജ്വൽ കമാൻഡ്സ് അതർ, അതുപോലെ തന്നെ ആൻഡ് ബി ഫീൽസ് ഒബ്ലിഗേറ്റഡ് ടു ഒബേ ബിക്കോസ് എ ഹാസ് റെക്കഗ്നൈസ്ഡ് റൈറ്റ് ടു ഡു സോ, ആൻഡ് ദ റെക്കഗ്നീഷൻ ഓഫ് റൈറ്റ് ആൻഡ് ഒബ്ലിഗേഷൻ ഡിഫറൻഷിയേറ്റ് ലെജിറ്റിമേറ്റ് പവർ ഫ്രം ഇല്ലെജിറ്റിമേറ്റ് പവർ. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വ്യക്തി എ എന്നൊരാളും ബി എന്നൊരാളോട് ആജ്ഞാപിക്കുകയാണ്, ബി അതനുസരിക്കാൻ ബാധ്യസ്ഥനാണെന്ന് തോന്നുകയും ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുക, എക്ക് ഒരു അംഗീകൃതമായിട്ടുള്ള അവകാശം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഞാൻ എന്ന് പറയുന്നത് ഒരു പവറാണെന്നുണ്ടെങ്കിൽ, എൻ്റെ കയ്യിലൊരു പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുകയാണ്, നിങ്ങളത് ചെയ്യണമെന്ന് ആജ്ഞാപിക്കുമ്പോൾ ഞാനത് ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ എനിക്ക് അവിടെ പവറുണ്ടോ? ഇല്ല. ഞാൻ ആജ്ഞാപിക്കുന്നു, നിങ്ങളത് ചെയ്യുക എന്ന് പറയുന്നത് അത് നിങ്ങൾ ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യണം, അത് നിങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പറയുകയാണ്. നിങ്ങൾ അതിനനുസരിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു അംഗീകൃതമായിട്ടുള്ള നിയമാനുസൃതമായിട്ടുള്ള ഒരു അധികാരം ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിയമവിരുദ്ധ അധികാരത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വേർതിരിഞ്ഞാണ് നിൽക്കുന്നത്. അതായത് അതോറിറ്റിയിൽ പറയുന്നത് ഇത്ര മാത്രമാണ്. സോ അതോറിറ്റി എന്ന് പറയുന്നത് എന്താണ്, പവർ ടു കമാൻഡ് ഒബീഡിയൻസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ലെജിറ്റിമസിയാണ്. ദി മോസ്റ്റ് ക്രൂഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമുക്കിതിനെ പറയാൻ വേണ്ടി പറ്റും. സോ ലെജിറ്റിമസി ഡിറ്റർമൈൻസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് അതോറിറ്റി വിത്തൗട്ട് ഇറ്റ് അതോറിറ്റി ക്യാൻ നോട്ട് ബി സസ്റ്റെയിൻഡ്. അതായത്
നിയമസാധുത, അതോറിറ്റിക്ക് ഒരു നിയമസാധുത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സവിശേഷതയാണ് ലെജിറ്റിമസി എന്ന് പറയുന്നത്. അതോറിറ്റിയുടെ നിയമസാധുത എന്ന് പറയുന്നതാണ് നമ്മുടെ അധികാരത്തിന് ഒരു ഫലപ്രാപ്തി നിർണ്ണയിക്കുന്നത്. അല്ലാതെ നമുക്കൊരിക്കലും അധികാരം നിലനിർത്താൻ വേണ്ടി പറ്റില്ല. നമ്മുടെ ഒരു അധികാരം നിയമസാധുത അല്ലെങ്കിൽ നിയമത്തിൻ്റെ അണ്ടറിലല്ല, ലീഗലല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അതൊരിക്കലും നമുക്ക് നിലനിർത്താൻ വേണ്ടി കഴിയില്ല. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡോമിനൻസ് ആണ്. അതോറിറ്റി ഇൻവോൾവ്സ് ദ കപ്പാസിറ്റി ടു കമാൻഡ് അതേഴ്സ് ടു എക്സേർട്ട് കൺട്രോൾ. ആധിപത്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ആജ്ഞാപിക്കാനും നിയന്ത്രിക്കാനും ആ ഒരു നിയന്ത്രണം ചെലുത്താനുമുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു അധികാരത്തിൽ പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതോറിറ്റി എന്ന് പറയുന്നത് ഒരു അധികാരമാണ്. അപ്പോൾ ആ അധികാരം എന്ന് പറയുന്നത് ഉണ്ടാവണം. ഇപ്പോൾ നമ്മുടെ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയണം, നമുക്ക് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുക്കാം, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ബ്യൂറോക്രാറ്റ്സ് എന്നുള്ള രീതിയിലുണ്ട്. അവർക്കൊരു അധികാരമുണ്ട്. നമുക്കിപ്പോൾ ഇന്നൊരു സാധനം നമ്മുടെ കയ്യിൽ നിന്ന് പിരിക്കണം, ഇന്ന രീതിയിൽ നമ്മുടെ നിന്ന് ടാക്സ് എടുക്കണം എന്നുള്ളതൊക്കെ, ഇതൊക്കെ അവരുടെ അവരുടെ റെസ്പോൺസിബിലിറ്റിയും അല്ലെങ്കിൽ ഡ്യൂട്ടിയും ഒക്കെയാണ് അവർ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അവരാകുന്ന ഒരു അതോറിറ്റി എന്ന് പറയുന്ന അവർക്കൊരു കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ അടുത്ത് കമാൻഡ് ചെയ്യാൻ, അതായത് ഇങ്ങനെ അടയ്ക്കണം കേട്ടോ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വേറെ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുമോ? പക്ഷേ അത് നിയമത്തിൻ്റെ കീഴിൽ, അതായത് ഗവൺമെൻറ് ഓഫീസിൽ അണ്ടറിലാണ്, അവർ നിയമത്തിൻ്റെ കീഴിലാണ്, അവർക്ക് നമ്മുടെ അടുത്ത് ഡോമിനേറ്റ് ചെയ്യാൻ, അതായത് പറയാനുള്ളൊരു അധികാരമുണ്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യും? അത് ചെയ്യും. തേർഡ് വൺ എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആണ്. ഉത്തരവാദിത്തത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അധികാരമുള്ളവർ ഒരു ഉന്നത അധികാരിയോടോ പൊതുജനങ്ങളോടോ ഒക്കെ തന്നെ ഉത്തരവാദിത്തമുള്ളവരാണ്. അതായത് ഇപ്പോൾ ഈ ഗവൺമെൻറ് ഒഫീഷ്യൽസ് എന്ന് പറയുന്നത് എന്താണ്, അവരെപ്പോഴും അവിടുത്തെ ഹയർ ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റീസിനോടും അതുപോലെ പൊതുജനങ്ങളോടും അവർ ഉത്തരവാദിത്തപ്പെടണം. ജനാധിപത്യ രാജ്യങ്ങളിൽ ഈ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് മസ്റ്റാണ്. നമ്മുടെ ഈ ഒഫീഷ്യൽസ് ഒക്കെ തന്നെ നമ്മളോട് ഉത്തരവാദിത്തപ്പെട്ടവരാണ്, നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരേണ്ട ആളുകളാണ്. ഇനി ടൈപ്സ് ഓഫ് അതോറിറ്റീനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതും മാക്സ് വെബർ ആണത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. സോ മാക്സ് വെബർ പറയുന്നതിനനുസരിച്ചിട്ട് 3 കൈൻഡ്സ് ഓഫ് അതോറിറ്റിയാണ് പറയുന്നത്. ഫസ്റ്റ് വൺ റാഷണൽ ലീഗൽ അതോറിറ്റി, സെക്കൻഡ് വൺ ട്രഡീഷണൽ അതോറിറ്റി, തേർഡ് വൺ കരിസ്റ്റമാറ്റിക് അതോറിറ്റി. അപ്പോൾ റേഷണൽ ലീഗൽ അതോറിറ്റി എന്ന് പറയുമ്പോൾ യുക്തിസഹമായിട്ടുള്ള നിയമപരമായിട്ടുള്ള അധികാരത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. സോ ബേസ്ഡ് ഓൺ ലീഗൽ റൂൾസ് ആൻഡ് ഫോർമൽ പൊസിഷൻസ്, അതോറിറ്റി കംസ് ഫ്രം ദ പൊസിഷൻ നോട്ട് ദ പേഴ്സൺ. അതായത് നമ്മളിപ്പോൾ ഗവൺമെൻറ്റിലെ ഒഫീഷ്യൽസിൻ്റെ കേസ് പറഞ്ഞപ്പോൾ പോലും അവിടെ ലീഗൽ റൂൾസ് ഉണ്ട്, അവർക്ക് ഇന്ന പൊസിഷൻസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ യുക്തിസഹമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഒരു അധികാരമാണത്. ഇപ്പോൾ അവരൊരു ഔപചാരികമായിട്ടുള്ള ഒരു സ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ പോലും അത് നിയമപരമാണ്. അതുപോലെ അതോറിറ്റി എന്ന് പറയുന്നത് പൊസിഷനിൽ നിന്നാണ് പറയുന്നത്, അല്ലാതെ ഒരു പേഴ്സണെ വെച്ചിട്ടല്ല നമ്മൾ പറയുക. ഫോർ എക്സാമ്പിൾ, ദ അതോറിറ്റി ഓഫ് പ്രൈം മിനിസ്റ്റർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദിയർ പൊളിറ്റിക്കൽ ഓഫീസ് ആൻഡ് ദ ലോസ് ഗവേണിംഗ് ഇറ്റ് നോട്ട് ദിയർ പേഴ്സണൽ ക്വാളിറ്റീസ്. അതായത് ഒരു പ്രധാനമന്ത്രിയുടെ അധികാരം എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയ ഓഫീസിൽ നിന്നും അതിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങളിൽ നിന്നും വരുന്നതാണ്, അല്ലാതെ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ഗുണങ്ങളിൽ നിന്നല്ല. അപ്പോൾ പ്രധാനമന്ത്രിക്ക് നമ്മൾ ഒരു അധികാരം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു റെസ്പെക്റ്റ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്, അദ്ദേഹം പറയുന്ന അനുസരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല, നമ്മൾ അദ്ദേഹത്തിൻ്റെ പൊസിഷനെയാണ്, അദ്ദേഹം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പൊസിഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബഹുമാനിക്കുന്നതും അത് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരിക്കലും പേഴ്സണൽ ക്വാളിറ്റീസ് അല്ല. ദിസ് ടൈപ്പ് ഇറ്റ് ഈസ് റിലവൻറ്റ് ഇൻ ദി modern democratic societies where legal rational authorities ensure stability and order. അപ്പോൾ നിയമപരവും ഇത്തരത്തിൽ യുക്തിസഹവുമായിട്ടുള്ള അധികാരം എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി കൊണ്ടുവരും, ഒരു പാറ്റേൺ കൊണ്ടുവരും. അങ്ങനെ ആധുനിക ഈ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഇത്തരത്തിലുള്ളൊരു കാര്യമാണ് പ്രചാരത്തിലുള്ളത്. അപ്പോൾ നമുക്കറിയാലോ, ഇത് നമുക്കറിയുന്നതാണ്. ഇനി ട്രഡീഷണൽ അതോറിറ്റി വെച്ച് കഴിഞ്ഞാൽ പരമ്പരാഗത അധികാരത്തെക്കുറിച്ചിട്ടാണ്. സോ ഇറ്റ് ഈസ് റൂട്ടഡ് ഇൻ ദി ലോങ് സ്റ്റാൻഡിങ് കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ്. ദീർഘകാലമായിട്ട് നിലനിൽക്കുന്ന ആചാരങ്ങളിലും പാരമ്പര്യങ്ങളിലും ഒക്കെ പറയുന്നതാണ് ട്രഡീഷണൽ അതോറിറ്റി എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഒബീഡിയൻസ് ഈസ് ബേസ്ഡ് ഓൺ റെസ്പെക്ട് ഫോർ ദീസ് ട്രഡീഷൻസ് ആൻഡ് പേഴ്സണൽ ലോയൽറ്റി. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ അനുസരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആ പാരമ്പര്യത്തോടുള്ള ബഹുമാനത്തെയും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസത്തെയും അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ട്രഡീഷണൽ അതോറിറ്റീനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുന്നത്. കോമൺ ഈസ് ലെസ് ഡെവലപ്ഡ് ഇൻ ദ ട്രഡീഷണൽ സൊസൈറ്റി സച്ച് എസ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഓർ മൊണാർക്കീസ് ഇൻ ദി ആൻഷ്യൻ ടൈംസ്. അപ്പോൾ നമുക്ക് പറയാം, ആൻഷ്യൻ ടൈംസിലുള്ള ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസും മൊണാർക്കീസും ഒക്കെയാണ് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ രാജവാഴ്ചയൊക്കെ ഉണ്ടാകുന്ന സമയത്താണല്ലോ ഒരു പാരമ്പര്യമായിട്ട് നമ്മളത് ഫോളോ ചെയ്തു വരുന്നു, അതുകൊണ്ട് നമ്മൾ അവരെ ബഹുമാനിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഉദാഹരണമായിട്ട് ഇപ്പോൾ പാരമ്പര്യം എന്ന് പറയുന്നതാണ് നമ്മൾ പറഞ്ഞത്, അതായത് ട്രൈബൽ ആയിട്ടുള്ള ലീഡേഴ്സ് അതോറിറ്റിയിൽ സാങ്ഷൻ ചെയ്യുന്നത്, ആ ഒരു ട്രഡീഷൻ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണെന്ന് പറയാം. അപ്പോൾ ട്രഡീഷണൽ അതോറിറ്റി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി കരിസ്റ്റമാറ്റിക് അധികാരം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പേഴ്സണൽ ക്വാളിറ്റീസ് ആൻഡ് ദ കരിസ്മ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ലീഡർ. ഒരു വ്യക്തിഗത നേതാവിൻ്റെ, ഒരു വ്യക്തിയുടെ ഗുണങ്ങളും അയാളുടെ
വ്യക്തിത്വ പ്രഭാവത്തെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ അവർ പറയുന്നത് അനുസരിക്കുന്നതിനെയാണ് കെരിസ്റ്റമാറ്റിക് അതോറിറ്റി എന്ന് പറയുന്നത്. ഫോളോവേഴ്സ് ഒബേസ് ഡ്യൂ ടു ട്രസ്റ്റ് ആൻഡ് ബിലീവ്സ് ഇൻ ദ ലീഡേഴ്സ് എക്സെപ്ഷണൽ ക്വാളിറ്റീസ്. അപ്പോൾ ആ നേതാവിൻ്റേതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ടാവില്ല, അയാളുടെ ഗുണങ്ങൾ, അയാളുടെ വിശ്വാസങ്ങൾ, അതിൻ്റെ മേൽ നമുക്കുണ്ടാവുന്ന ഒരു ട്രസ്റ്റിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ അയാളുടെ ഫോളോവറായിട്ട് അനുയായിയായിട്ട് നിന്നിട്ട് നമ്മളത് അനുസരിക്കുന്നതിനാണ് കെരിസ്റ്റമാറ്റിക് അതോറിറ്റിയിൽ പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് അതോറിറ്റി ക്യാൻ വാരി സിഗ്നിഫിക്കലി ഡിപ്പെൻഡിങ് ഓൺ ദി ലീഡേഴ്സ് പേഴ്സണൽ ഇൻഫ്ലുവൻസ്. ഇപ്പോൾ നേതാവിൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു സ്വാധീനം എന്ന് പറയുന്നത് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള അധികാരം എന്ന് പറയുന്നത് കുറച്ചുകൂടി വ്യത്യാസപ്പെട്ട് കിടക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. സോ ലീഡേഴ്സ് ലൈക്ക് ജവഹർലാൽ നെഹ്റു ആൻഡ് ഇന്ദിരാഗാന്ധി കമാൻഡഡ് അതോറിറ്റി ഡ്യൂ ടു ദെയർ പേഴ്സണൽ കരിസ്മ ബിയോണ്ട് ദിയർ ഒഫീഷ്യൽ പൊസിഷൻസ്. ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിനെയും പോലുള്ള നേതാക്കളൊക്കെ തന്നെ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനങ്ങൾക്ക് ഇപ്പുറം അവരുടെ വ്യക്തിഗതമായിട്ടുള്ള ഒരു വ്യക്തി പ്രഭാവത്തെയാണ് കാരണമാണ് അവർ അധികാരം നേടിയത്. അപ്പോൾ നമ്മുടെ ഇന്ദിരാഗാന്ധിനെയൊക്കെ സംബന്ധിച്ച് വളരെ സ്ട്രോങ് ലേഡി ആയിരുന്നു. ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള പ്രധാനമന്ത്രികളിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത്. അതായത് തൻ്റേതായിട്ടുള്ള, അതായത് അവിടെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്, താൻ എന്ത് ചെയ്യുന്നു, താൻ എന്ത് പറയുന്നു അതാണ് കറക്റ്റായിട്ട് ചെയ്യുന്നത്, അതിനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകൾ വന്നിട്ട് അപ്പോൾ അവരുടെ ക്വാളിറ്റീസ് വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. സോ അതോറിറ്റി എന്ന് പറയുന്നത് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു? റാഷണൽ ലീഗൽ അതോറിറ്റി, ട്രഡീഷണൽ അതോറിറ്റി, കെരിസ്റ്റമാറ്റിക് അതോറിറ്റി. സോ അതോറിറ്റി ഈസ് വെൻ ലെജിറ്റിമൈസ്ഡ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി ഇൻ ദി സൊസൈറ്റി. അപ്പോൾ നമ്മൾ ഒരു സൊസൈറ്റിയിൽ അധികാരം എന്ന് പറയുന്നത് നിയമവിധേയമാവുന്ന സമയത്താണ് സമൂഹത്തിൽ ക്രമവും ഒരു മൊത്തത്തിലൊരു സ്ഥിരതയും ഒക്കെ തന്നെ വരിക. അധികാരം എന്ന് പറയുന്നത് പ്രയോഗിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു അംഗീകൃത അവകാശമായിട്ട് പറയുന്നത്. ഇത് നമ്മൾ സ്വമേധയാ അംഗീകരിക്കാൻ ആജ്ഞാപിക്കുന്നു. അതുപോലെ അധികാരം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് അധികാരമാക്കി മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ അധികാരത്തിലുള്ളവർക്ക് ഫലപ്രദമായിട്ട് ഭരിക്കാൻ കഴിയുന്നത് നിയമസാധുതയുള്ളത് കൊണ്ടാണ് നമ്മളത് അനുസരിക്കുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇതാണ് ഓവറോൾ ആയിട്ട് നമുക്ക് ഈ ഒരു റിലേറ്റ് ചെയ്തിട്ട്, അതോറിറ്റി റിലേറ്റ് ചെയ്തിട്ട് പറയാനുള്ളത്. സോ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ട്രഡീഷണൽ കസ്റ്റംസും കെരിസ്റ്റമാറ്റിക് ലീഡർഷിപ്പും അതുപോലെ റേഷണൽ ലീഗൽ ഫൗണ്ടേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ എന്താണ്, ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കൂടിയാണ് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വാട്ട് ഈസ് പൊളിറ്റിക്കൽ കൾച്ചർ എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ കൾച്ചർ എന്താണ്, അതിൻ്റെ ടൈപ്സ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും, പിന്നെ എന്താണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് ഏജൻസ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്നൊക്കെ പറയുന്നത്. സോ പൊളിറ്റിക്കൽ കൾച്ചറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് പൊളിറ്റിക്കൽ കൾച്ചർ? നമുക്കറിയാം, രാഷ്ട്രീയത്തോടും അല്ലെങ്കിൽ ആ രാഷ്ട്രീയ വ്യവസ്ഥയോടും ജനങ്ങളുടെ കൂട്ടായിട്ടുള്ള മനോഭാവത്തെയും വിശ്വാസത്തെയുമാണ് നമ്മൾ പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയാം. Political culture refers to the collective attitudes and beliefs of people towards politics and the political system. പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത് കളക്റ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് ആണ്. ആരുടെ? പീപ്പിളിൻ്റെ ബിലീവ്സ്, എന്തിനു വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്സിൻ്റെ മുകളിലേക്കുള്ളത്, അതിനെയാണ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്. രാഷ്ട്രീയത്തോടും അവിടുത്തെ രാഷ്ട്രീയ വ്യവസ്ഥയോടും ജനങ്ങളുടെ കൂട്ടായിട്ടുള്ള മനോഭാവത്തെയും വിശ്വാസത്തെയും ഒക്കെയാണ് രാഷ്ട്രീയ സംസ്കാരം എന്നതിൽ പറയുന്നത്. സോ 1956 ഗബ്രിയൽ ആൽമണ്ട് ആണ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്ന ഈ ഒരു തരത്തിലുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പൊളിറ്റിക്കൽ കൾച്ചർ ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് ഹൗ പീപ്പിൾ വ്യൂ ദെയർ പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് എൻഗേജ് വിത്തിൻ കമ്പൈനിങ് ദെയർ വാല്യൂസ്, ഇമോഷൻസ് ആൻഡ് ബിലീവ്സ്. അതായത് ആളുകളുടെ അവരുടെ ഈ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തെ എങ്ങനെ കാണുന്നുവെന്നും അവരുടെ മൂല്യങ്ങൾ, വികാരങ്ങൾ, വിശ്വാസങ്ങൾ ഇതൊക്കെ തന്നെ കമ്പൈൻ ചെയ്തുകൊണ്ട് അവരെങ്ങനെ ആ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഏർപ്പെടുന്നു എന്നതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഒന്ന് രണ്ട് പേര് പൊളിറ്റിക്കൽ കൾച്ചറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ലൂസിയൻ W പൈ പറയുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പൊളിറ്റിക്കൽ കൾച്ചർ ഗീവ്സ് ആൻ ഓർഡർ ആൻഡ് മീനിങ് ടു പൊളിറ്റിക്കൽ പ്രോസസ് ആൻഡ് പ്രൊവൈഡ് ദ അസംഷൻസ് ആൻഡ് റൂൾസ് ദാറ്റ് ഗൈഡ് ബിഹേവിയർ വിത്തിൻ ദ പൊളിറ്റിക്കൽ സിസ്റ്റം. രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രക്രിയകൾ അല്ലെങ്കിൽ ക്രമം അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥമൊക്കെ നൽകുക എന്നതാണ് പറയുന്നത്. അത് രാഷ്ട്രീയ സംവിധാനത്തിലുണ്ടാവുന്ന ടോട്ടലുണ്ടാവുന്ന പെരുമാറ്റം, അതിൻ്റെ അനുമാനങ്ങൾ, നിയമങ്ങളൊക്കെയാണ് ലൂസിയൻ W പൈ പറയുന്നതിനനുസരിച്ചിട്ട് പറയുന്ന പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്. സോ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനും ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സിന് മീനിങ് നൽകുന്നതും അസംഷൻസ് നൽകുന്നതും ഒരു ബിഹേവിയർ ഗൈഡ് കൊടുക്കുന്നതൊക്കെ തന്നെ ഇതിലൂടെയാണ്. ഇനി ആൽമണ്ട് പറയുന്നതിനനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ കൾച്ചർ ഈസ് ദ പാറ്റേൺ ഓഫ് ഇൻഡിവിജ്വൽ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഓറിയൻറ്റേഷൻസ് ടുവേർഡ്സ് ദ പൊളിറ്റിക്സ്. അപ്പോൾ ഇതിനകത്ത് മലയാളം
PDF ചെറിയൊരു ഇതുണ്ട് കേട്ടോ, അതായത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാവുമെന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ രാഷ്ട്രീയത്തോടുള്ള വ്യക്തിഗത മനോഭാവങ്ങളെക്കുറിച്ചിട്ടും അതുപോലെ ടോട്ടലായിട്ടുള്ളൊരു ദിശാബോധത്തിൻ്റെ ഒരു മാതൃകയാണ് രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത്. സോ അതുപോലെ പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത് കൺസിസ്റ്റ് ചെയ്യുന്നത് ആറ്റിറ്റ്യൂഡ്, ബിലീഫ്, ഇമോഷൻസ്, വാല്യൂസ് ഇതൊക്കെയാണെന്നാണ് അലൻ എ ബോൾ പറയുന്നതിനനുസരിച്ചിട്ട്. സോ രാഷ്ട്രീയമായിട്ടുള്ള വ്യവസ്ഥ എന്ന് പറയുന്നത് പ്രശ്നങ്ങളും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള മനോഭാവങ്ങൾ, വിശ്വാസങ്ങൾ, വികാരങ്ങൾ, മൂല്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് പൊളിറ്റിക്കൽ കൾച്ചർ, അതായത് രാഷ്ട്രീയ സംസ്കാരത്തിനകത്ത് ഉൾപ്പെടുന്നത്. ഇനി ഇതിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്ക് ഒരു 3 പഠിക്കാനുണ്ട്. പരോക്കിയൽ പൊളിറ്റിക്കൽ കൾച്ചർ, അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സങ്കുചിത രാഷ്ട്രീയം എന്ന് പറയും. പരോക്കിയൽ പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത് പീപ്പിൾ ഹാവ് ലിറ്റിൽ അവെയർനെസ് ഓഫ് ദ പൊളിറ്റിക്കൽ സിസ്റ്റം. പൊളിറ്റിക്കൽ സിസ്റ്റത്തെ കുറിച്ചിട്ട് വളരെ കുറച്ച് അറിവ് മാത്രം ഉണ്ടായിരിക്കുന്ന, അതായത് അവബോധം കുറവ്. ലീഡേഴ്സ് മേ ഹാവ് കമ്പൈൻഡ് റോൾസ്, അതായത് പൊളിറ്റിക്കൽ, എക്കണോമിക്, റിലീജിയൻ, നേതാക്കൾക്ക് ഒരു സംയോജിതമായിട്ടുള്ള റോളുകളാണ് ഉണ്ടാവുക പരോക്കിയൽ പൊളിറ്റിക്കൽ കൾച്ചറിനകത്ത്. ദർ ഈസ് മിനിമൽ റോൾ ഓഫ് ഡിഫറൻസിയേഷൻ ആൻഡ് എൻഗേജ്മെൻറ്റ് വിത്ത് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ്. അപ്പോൾ രാഷ്ട്രീയ ഘടനകൾ എന്ന് പറയുന്നത് കുറഞ്ഞ റോളുകൾ മാത്രമായിരിക്കും. അപ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ കൾച്ചറിൽ, പരോക്കിയൽ പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ച് വലിയ ബോധം ഉണ്ടാവില്ല. ലീഡേഴ്സ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടായിരിക്കും, പൊളിറ്റിക്സിലും എക്കണോമിക്സിലും റിലീജിയസിലും ഒക്കെ തന്നെ മിക്സ് ചെയ്തിട്ടുള്ള രീതിയിലൊരു സംയോജിതമായിട്ടുള്ള റോളുകളായിരിക്കാം. മിനിമൽ റോൾ ഓഫ് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഒക്കെ ആയിരിക്കാം ഇതിൽ വരുന്നുണ്ടാവുക. ഇനി സബ്ജക്റ്റ് പൊളിറ്റിക്കൽ കൾച്ചറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാം, പക്ഷേ പ്രധാനമായിട്ട് അതിൻ്റെ നയങ്ങളും നിയമങ്ങളിലാണ് അവരെന്ത് ചെയ്യുക, ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സോ അവർ ഫോക്കസ് ചെയ്യുന്നത് മെയിൻലി ഓൺ ഇറ്റ്സ് പോളിസീസ് ആൻഡ് ലോ, എൻഗേജ്ഡ് ഇൻ ലിമിറ്റഡ് ആൻഡ് ഇമ്പാക്ട് ഓഫ് ദീസ് പോളിസീസ്. പക്ഷേ അവർ ഈ നയങ്ങളിലൊക്കെ തന്നെ ഇടപെടുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളിൽ മാത്രമായിട്ട് പരിമിതപ്പെടുത്തുന്നു. അവരത് വലിയ രീതിയിലേക്ക് അവർ ഇടപെടാൻ വേണ്ടി പോയിട്ടില്ല, പക്ഷേ ഈ പോളിസീസിൻ്റെ ഇമ്പാക്റ്റുകളിലൊക്കെ തന്നെ അവരെ എൻഗേജ്ഡ് ആവുന്നുണ്ട്. ലിമിറ്റഡ് ആയിട്ടുള്ള എൻഗേജ്മെൻ്റ് ആണ് ഉണ്ടാവുന്നത്. പാർട്ടിസിപ്പൻറ്റ് പൊളിറ്റിക്കൽ കൾച്ചർ വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ഹാവ് കോംപ്രിഹെൻസീവ് ഓറിയൻറ്റേഷൻ ടുവേർഡ്സ് എ പൊളിറ്റിക്കൽ സിസ്റ്റം. ആളുകൾക്ക് ആ രാഷ്ട്രീയ സംവിധാനത്തോട് സമഗ്രമായിട്ടുള്ള രീതിയിലൊരു ദിശാബോധം ഉണ്ടാവും. ഇൻഡിവിജ്വൽസ് ആർ അവെയർ ഓഫ് ദെയർ റോൾസ് ആൻഡ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദി പൊളിറ്റിക്കൽ പ്രോസസ്സ്. അപ്പോൾ വ്യക്തികൾ അവരുടെ പങ്കിനെ കുറിച്ചിട്ടെല്ലാം തന്നെ ബോധവാന്മാരാവുകയും ഒരു ടോട്ടലായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രക്രിയയിൽ സജീവമായിട്ട് പങ്കെടുക്കുകയും ചെയ്യുന്നതിനെയാണ് പാർട്ടിസിപ്പൻ്റ്. അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് ആ പൊളിറ്റിക്കൽ കൾച്ചറിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെപ്പോഴും എന്ത് ചെയ്യും, വ്യക്തികൾ അവരുടെ പങ്കിനെ കുറിച്ച് എപ്പോഴും ബോധവാന്മാരാവും. നമ്മൾ എന്തായാലും പൊളിറ്റിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് അവരെന്ത് ചെയ്യും, ബോധവാന്മാരാവുകയും അവർ ആ പ്രക്രിയയിൽ എന്ത് ചെയ്യും, സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നതിനെയാണ് പാർട്ടിസിപ്പൻറ്റ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്. ഇനി മിക്സഡ് ടൈപ്പ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചേഴ്സ് ഉണ്ട് കേട്ടോ. അതായത് പരോക്കിയൽ സബ്ജക്റ്റ് പൊളിറ്റിക്കൽ കൾച്ചർ ഉണ്ട്, സബ്ജക്റ്റ് പാർട്ടിസിപ്പൻറ്റ് പൊളിറ്റിക്കൽ കൾച്ചർ ഉണ്ട്, പരോക്കിയൽ പാർട്ടിസിപ്പൻറ്റ് പൊളിറ്റിക്കൽ കൾച്ചർ ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ പരോക്കിയലും സബ്ജക്റ്റും കൂടി ചേർന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി, അതായത് ഗോത്രത്തിൽ നിന്നൊരു കേന്ദ്രീകൃത അധികാരത്തിൽ മാറുന്ന തരത്തിലുള്ളൊരു സംവിധാനത്തിൽ പെടുന്നതിനെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത്. അതുപോലെ രാഷ്ട്രീയ സംസ്കാരത്തിലേക്കുള്ളൊരു പൂർണ്ണമായിട്ടുള്ള മാറ്റം, അതായത് പരോക്കിയലും സബ്ജക്റ്റും കൂടി ചേരുമ്പോൾ എന്ത് വരുന്നു, അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഒരു ട്രാൻസിഷനാണ്, ഒരു ട്രൈബൽ ടു സെൻട്രലൈസ്ഡ് അതോറിറ്റി എന്നുള്ള രീതിയിലാണ് ഇവിടെ മാറുക. ഇവിടെ ടു മോർ എൻഗേജ്ഡ് ഇൻ ദി പൊളിറ്റിക്കൽ കൾച്ചർ, പക്ഷേ ഇൻകംപ്ലീറ്റ് ഷിഫ്റ്റാണ് ഇതിൽ കാണിക്കുന്നത്. ഈ സബ്ജക്റ്റ് പാർട്ടിസിപ്പൻറ്റ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസിഷണൽ സ്റ്റേജ് ആണ് പറയുന്നത്. സോ സബ്ജക്റ്റും പാർട്ടിസിപ്പൻ്റ് കൾച്ചേഴ്സ് തമ്മിൽ അപ്പോൾ ലിമിറ്റഡ് എൻഗേജ്മെൻ്റ് ആണ്, പക്ഷെ അവർ ഇൻപുട്ട് സ്ട്രക്ചേഴ്സിൽ അവരെന്ത് ചെയ്യും, കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കുന്നുണ്ടാവും, പക്ഷേ കുറച്ചു പാസീവായിട്ടുള്ള രീതിയിൽ ഇൻഡിവിജ്വൽ റോൾസാണ് അവർക്ക് ഉണ്ടാവുക. പരോക്കിയൽ പാർട്ടിസിപ്പൻറ്റ് പൊളിറ്റിക്കൽ കൾച്ചർ കഴിഞ്ഞാൽ കോമൺ ഇൻ പോസ്റ്റ് കൊളോണിയൽ സ്റ്റേറ്റ്സിലാണ് ഇത് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ട്രഡീഷണലും ആക്റ്റീവും ആയിട്ടുള്ള രീതിയിൽ 2 മിക്സ് ചെയ്തിട്ടാണ് പരോക്കിയലും പാർട്ടിസിപ്പൻറ്റും കൂടി മിക്സ് ചെയ്യുക. ഇനി ഇത് കോൺട്രിബ്യൂഷൻ ടു പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽസിൻ്റെ ആറ്റിറ്റ്യൂഡ്സും അതുപോലെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെയൊക്കെ തന്നെ ലിങ്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് ഡിമാൻഡുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഒരു ചേഞ്ചസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഇവർ തന്നെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവരുന്നുണ്ട്. പൊളിറ്റിക്കൽ സിസ്റ്റവും അതുപോലെ മൊത്തത്തിലൊരു ഡെവലപ്മെൻറ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു കാര്യത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ 6 പറഞ്ഞത്, ഒരു 3 മെയിനായിട്ട് പറഞ്ഞു. അത് ഏതൊക്കെയാണ്, പരോക്കിയൽ പൊളിറ്റിക്കൽ കൾച്ചറും സബ്ജക്റ്റും പാർട്ടിസിപ്പൻറ്റും. അത് കഴിഞ്ഞിട്ട് മിക്സഡ് ടൈപ്പ് പറഞ്ഞു. അത് ഏതൊക്കെയാണ്, പരോക്കിയൽ സബ്ജക്റ്റും സബ്ജക്റ്റ് പാർട്ടിസിപ്പൻറ്റും പരോക്കിയൽ പാർട്ടിസിപ്പൻറ്റ് പൊളിറ്റിക്കൽ കൾച്ചറും. അത് മറക്കരുത്. അപ്പോൾ ഓവറോൾ ആയിട്ട് ഇതാണ് ഇതിനകത്ത് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്നുള്ളതാണ്. സോ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ഈസ് എ പ്രോസസ് ബൈ വിച്ച് individuals acquire their political beliefs, values, attitudes and behaviors. This process helps shape one's political identity and influences how people engage with the political system. വ്യക്തികൾ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള വിശ്വാസങ്ങളും മൂല്യങ്ങളും മനോഭാവങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ തന്നെ
നേടുന്ന ഒരു പ്രക്രിയയാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയാം. നമ്മൾ നമുക്ക് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സോഷ്യലൈസ്ഡ് ആവുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ആളുകളായിട്ട് സംസാരിക്കുക, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെ ഗ്രൂപ്പുകളിൽ ചെല്ലുക. അപ്പോൾ ക്ലാസ് ഒരു ഗ്രൂപ്പാണ് നമുക്ക്. അപ്പോൾ അങ്ങനെ നമ്മളെപ്പോഴും കണ്ടിന്യൂസ്ലി നമ്മൾ സോഷ്യലൈസ്ഡ് ആവുന്നുണ്ട് പല സമയങ്ങളിലും. അതായത് കോളേജിൽ നിന്ന് കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ബസ്സിലേക്ക് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ആളുകളോട് സംസാരിക്കും, ബസ് സ്റ്റാൻഡിൽ നിന്ന് ആളുകൾ സംസാരിക്കും, തിരിച്ച് നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു കൂട്ടം ആളുകളുണ്ടാവും ഫ്രണ്ട്സായിട്ട്, അവരോട് സംസാരിക്കും. അപ്പോൾ അങ്ങനെ എന്ന് പറയുമ്പോൾ ഒരു സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ. അപ്പോൾ പൊളിറ്റിക്സിലും ഒരു സോഷ്യലൈസേഷൻ എന്ന് പറയുന്നുണ്ട്. നമ്മുടേതായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള വിശ്വാസങ്ങളും മൂല്യങ്ങളും മനോഭാവങ്ങളും പെരുമാറ്റങ്ങളൊക്കെ തന്നെ നമ്മൾ നേടിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സോഷ്യലൈസേഷൻ, അതായത് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ അയാളുടെ ഒരു പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റിനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇപ്പോൾ പീപ്പിൾ എല്ലാവരും അവരെ എൻഗേജ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിലേക്ക്, അവനെ ഐഡൻറ്റിറ്റിയിലേക്ക് എത്തിക്കുന്നതും ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സോട് കൂടിയിട്ടാണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ ഇത്. ഇനി ഏജൻസ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ്റെ ഏജൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആർക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ ഫാമിലി. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീനങ്ങളിൽ ഒന്നാണ് കുടുംബം എന്ന് പറയാം. മാതാപിതാക്കൾ, അടുത്ത കുടുംബാംഗങ്ങൾ പലപ്പോഴും നമുക്ക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. പാർട്ടി ബന്ധങ്ങൾ കൈമാറും, ചിലപ്പോൾ രാഷ്ട്രീയ വിശ്വാസങ്ങൾ നൽകും, ചിലപ്പോൾ ഡെമോക്രസീനെ കുറിച്ച് പറഞ്ഞു തരുന്നത് അവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന അവരായിരിക്കാം. ചിലവർ അവരുടെ ഫാമിലി ഫോളോ ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടി വരെയും ഫോളോ ചെയ്യും. അങ്ങനെയും ഉണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. സ്കൂളുകൾ, യൂണിവേഴ്സിറ്റീസ് ഇവരൊക്കെ തന്നെ പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ തന്നെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പോൾ എഡ്യൂക്കേഷനിലൂടെയും ഡിസ്കഷൻസിലൂടെയും പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നുണ്ട്. അത് പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കൾ, നമ്മുടെ സഹപ്രവർത്തകർ, അവരൊക്കെ തന്നെ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളും പെരുമാറ്റങ്ങളൊക്കെ തന്നെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് കഴിയും. നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ അഡോളസൻസ് പീരീഡിലാണ് ഇതൊക്കെ നടക്കുക. മീഡിയ എന്ന് പറയുന്നത് ടെലിവിഷനിലൂടെ, ന്യൂസ് പേപ്പറിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, അതർ ഫോംസ് ഓഫ് മീഡിയയിലൂടെ ഒക്കെ തന്നെ നമുക്ക് ഇൻഫോർമേഷൻസ് ലഭിക്കുകയും നമ്മൾ പലതരത്തിലുള്ള പൊളിറ്റിക്കൽ ഇവൻസിനെ കുറിച്ചിട്ട്, ഇഷ്യൂസിനെ കുറിച്ചിട്ട്, അവിടുത്തെ പബ്ലിക് ഒപ്പീനിയനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഏതിലൂടെയാണ്? മീഡിയയിലൂടെയാണ്. അടുത്തത് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ചർച്ചുകൾ, മോസ്കുകൾ, ടെമ്പിൾസ്, ഇവിടെ നിന്നൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യും? പലതരത്തിലുള്ള പൊളിറ്റിക്കൽ ബിലീഫ്സുകൾ ലഭിക്കും. അതൊക്കെ തന്നെ മോറലും എത്തിക്കൽ ഇഷ്യൂസും ഉള്ളതായിരിക്കും. അതായത് മോറൽ വാല്യൂസ് ഉള്ളതായിരിക്കും പൊതുവേ നമുക്ക് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് കിട്ടുക. ഇനി പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ലീഡേഴ്സ്, ഇപ്പോൾ ഗവൺമെൻറ് ഏജൻസികൾ, പൊളിറ്റിക്കൽ പാർട്ടികൾ, ഇവരൊക്കെ തന്നെ നമ്മൾ ഷേപ്പ് ചെയ്യും പലതരത്തിലുള്ള. ഇപ്പോൾ പല പാർട്ടീസും സ്കൂളുകൾ മുതൽ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു 8ാം ക്ലാസ് മുതലോ അല്ലെങ്കിൽ 10ാം ക്ലാസ് മുതലോ +2 മുതലൊക്കെ തന്നെ അവരുടേതായിട്ടുള്ള പൊളിറ്റിക്കൽ വാല്യൂസും കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. അവിടെ നിന്ന് നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ ഉള്ളത് വർക്ക് പ്ലേസ് ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ നിന്നാണ്. ഇപ്പോൾ പ്രൊഫഷണൽ എൻവയോൺമെൻറ്റ്, സിവിക് ഓർഗനൈസേഷൻ എന്നൊക്കെ തന്നെ പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ്സും നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ തോന്നുന്നത് ഈ ഒരു ടൈമിലാണ്. ഇതാണ് ഏജൻസ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. മസ്റ്റായിട്ട് ഇത് പഠിച്ചിരിക്കണം. ഫാമിലി, എഡ്യൂക്കേഷൻ സിസ്റ്റം, പിയർ ഗ്രൂപ്പ്സ്, മീഡിയ, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ലീഡേഴ്സ്, വർക്ക് പ്ലേസ് ഓർ സോഷ്യൽ ഓർഗനൈസേഷൻസ്. ഇനി അടുത്തത് സ്റ്റേജസ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. ഏതൊക്കെ സ്റ്റേജസിലൂടെയാണ് നമ്മൾ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തുന്നത് എന്നതിനെക്കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കുട്ടിക്കാലമാണ്, ചൈൽഡ്ഹുഡാണ്. ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള ആശയങ്ങളുടെയൊക്കെ തന്നെ ഏറ്റവും ഇനീഷ്യലായിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നതാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ആദ്യകാലത്തെ വിദ്യാഭ്യാസത്തിൽ നിന്നൊക്കെ തന്നെയായിരിക്കും നമ്മൾ കുട്ടിക്കാലത്ത് ഇതൊക്കെ പഠിക്കുക. മെയിനായിട്ട് നമ്മുടെ വീട്ടിൽ നിന്നായിരിക്കും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അഡോളസൻസ് പീരീഡാണ്. നമ്മുടെ സമപ്രായക്കാരായിട്ടുള്ള അതായത് നമ്മുടെ കൗമാരപ്രായം, ഈ സമപ്രായക്കാരുടെ സ്വാധീനം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വിദ്യാഭ്യാസത്തിലൂടെയൊക്കെ തന്നെ നമ്മൾ കുറേ കൂടി അറിയും. വ്യക്തികൾക്ക് അവരുടേതായിട്ടുള്ള ഒരു രാഷ്ട്രീയ അഭിപ്രായമൊക്കെ തന്നെ രൂപീകരിക്കുന്നത് ഈ ഒരു സമയത്താവും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഈ ഒരു കൗമാര സമയത്തായിരിക്കും നമ്മൾ കുറേ പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക. അവിടെ ഇങ്ങനെ ഉണ്ടായി, ഇവിടെ ഇങ്ങനെ ഉണ്ടായി. ഇത് അവർ ഓരോരുത്തരുടെ അഭിപ്രായമാണ് പറയാം. നമ്മൾ കുറച്ചുകൂടി ഇതാവുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇനി ഇവരെന്തെങ്കിലും വിചാരിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മിണ്ടാതിരിക്കും. പക്ഷേ ഈ ഒരു കൗമാരപ്രായത്തിൽ നമ്മൾ അങ്ങനെയൊന്നുമില്ല, നമ്മളെല്ലാം പറയും. അതായത് ഇതങ്ങനെയല്ലേ, ഇതെങ്ങനെയല്ലേ. ഇപ്പോൾ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ വേറെ പൊളിറ്റിക്കൽ പാർട്ടിയിൽ ബിലീവ് ചെയ്യുന്നത് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കൂടി നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കും. ഇനി അഡൾട്ട്ഹുഡിനെ കുറിച്ച് പറയുമ്പോൾ, പ്രായപൂർത്തിയായി കഴിയുമ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ ബിലീവ്സ് ആൻഡ് ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്റ്റേബിൾ ആവുന്ന ഈ ഒരു സമയത്താണ്. നമ്മൾ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ വിശ്വാസങ്ങൾ, പെരുമാറ്റങ്ങൾ ഇതൊക്കെ തന്നെ സ്ഥിരതയാവുന്നു. പക്ഷേ വ്യക്തിപരമായിട്ടുള്ള കുറേ സാഹചര്യങ്ങളിലൂടെ അല്ലെങ്കിൽ പ്രധാന സംഭവങ്ങളിലൂടെയൊക്കെ മാറ്റങ്ങൾ വരും. ചിലപ്പോൾ അതൊക്കെ പിന്നെയും മാറ്റങ്ങൾക്ക് കാരണമാവാം. എന്നാൽ കൂടി ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് എത്തുന്നത് ഈ ഒരു അഡൾട്ട്ഹുഡിലൂടെയാണ്. അപ്പോൾ ഇതാണ് സ്റ്റേജസ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുക, നമ്മൾ സോഷ്യലൈസ്ഡ് ആവുന്നത് ഇതിലൂടെയാണ്.
ഇനി ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയറക്റ്റ് സോഷ്യലൈസേഷൻ ആണ്. നേരിട്ടുള്ള തരത്തിലുള്ള ഒരു സാമൂഹികവൽക്കരണത്തെക്കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ സംവാദമോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ തന്നെ ബോധവും സ്പഷ്ടവുമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭിക്കുന്നത് ഡയറക്റ്റ് സോഷ്യലൈസേഷനിലൂടെയാണ്. ഇൻസ്ട്രക്ഷൻസ് ലഭിക്കുന്ന പോലെ ഇൻഫോർമേഷൻസ് നമുക്ക് ലഭിക്കും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആണ്. ഒരു സബ്റ്റിലായിട്ടുള്ള ഇൻഫ്ലുവൻസിലൂടെ, നമ്മുടെ പാരൻസിനെ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ വോട്ടിംഗ് ബിഹേവിയേഴ്സൊക്കെ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ, കറണ്ട് ഇവൻസിനെ കുറിച്ച് പഠിക്കുന്നതിലൂടെ, ഫ്രണ്ട്സിലൂടെയൊക്കെയാണ് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ രീതിയിൽ പൊളിറ്റിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവുക. ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കും, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ലഭിക്കും, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡിബേറ്റ്സിലൂടെയൊക്കെയാണ് നമുക്ക് ലഭിക്കുക. ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി നമ്മൾ ഒബ്സർവ് ചെയ്യും, പാരൻസിനെ ഒബ്സർവ് ചെയ്യും, വോട്ടിംഗ് ബിഹേവിയേഴ്സ് ഒബ്സർവ് ചെയ്യും. നമ്മളൊക്കെ ചെറുപ്പത്തിൽ നിങ്ങൾക്കൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ പണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇവരൊക്കെ വോട്ട് ചെയ്തിട്ട് വരുമ്പോൾ ചോദിക്കും നമ്മൾ, നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തേ എന്നൊക്കെ നമ്മൾ ചോദിക്കും. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ വീട്ടിലിങ്ങനെ വോട്ടിന് വേണ്ടിയൊക്കെ വരുന്നതൊക്കെ നമ്മൾ കാണുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കും അവരോട്, നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തേ എന്നൊക്കെ ചോദിക്കില്ല. അപ്പോൾ അത് അങ്ങനെയുള്ള ഒബ്സർവേഷൻസ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അടുത്തത് ഇമ്പാക്റ്റ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. ഈ ഒരു രാഷ്ട്രീയ സാമൂഹികവൽക്കരണത്തിൻ്റെ ഒരു സ്വാധീനത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഷേപ്സ് ഇൻഡിവിജ്വൽ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി ആൻഡ് ഐഡിയോളജി. നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഐഡിയോളജിയും നമ്മുടെ അടുത്ത് തന്നെ ഒരു പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി നമുക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷനിലൂടെ സാധിക്കുന്നു. അതുപോലെ പാർട്ടിസിപ്പേഷൻ, പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷനും എൻഗേജിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷനിലൂടെയാണ്. അതുപോലെ ഒപ്പീനിയൻസും പൊളിറ്റിക്കൽ ഇഷ്യൂസും കാൻഡിഡേറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ തന്നെ മനസ്സിലാക്കുന്നത് ഈ ഒരു സമയത്താണ്. അതൊക്കെ നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്നു. അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുക, സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഒരുപാട് ഷെയർഡ് വാല്യൂസും നോംസും ഒക്കെ തന്നെ പെർപെക്ച്വേറ്റ് ചെയ്യാനും ഒക്കെ തന്നെ ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യലൈസേഷനിലൂടെയാണ് കഴിയുന്നത്. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പൊളിറ്റിക്കൽ കൾച്ചറിൽ ഫോം ചെയ്ത് വരികയും അതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഓരോ ഇൻഡിവിജ്വലും ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റ് എങ്ങനെ ആവുകയാണ്, ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്ത് എങ്ങനെ അവർ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പൻ്റ് ആവുന്നു എന്ന് ഇതിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ എന്നുള്ളതാണ്. ഈ പൊളിറ്റിക്കൽ മോഡേണൈസേഷനും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെയാണ് നമ്മൾ ഇതിനടുത്ത് പറയാൻ വേണ്ടി പോകുന്നത്. സോ പൊളിറ്റിക്കൽ modernization refers to comprehensive process by which a society's political structures and cultures transform to enhance the capacity, efficiency and responsiveness of political system. ഈ ഒരു രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ടോട്ടലായിട്ടുള്ള ഈ രാഷ്ട്രീയ സംവിധാനത്തിൽ എത്രത്തോളം ശേഷിയുണ്ട്, അല്ലെങ്കിൽ അവരുടെ കാര്യക്ഷമത, ടോട്ടലായിട്ടുള്ള അവിടുത്തെ നമ്മുടെ പ്രതികരണ ശേഷി, ഇതൊക്കെ തന്നെ വർദ്ധിപ്പിക്കുന്നതിന് ഒരു സമൂഹത്തിൻ്റെ രാഷ്ട്രീയ ഘടനകളും സംസ്കാരങ്ങൾ രൂപപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ആധുനികവൽക്കരണം എന്ന് പറയാം. അതായത് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സോഷ്യലും എക്കണോമിക്കലും ടെക്നോളജിക്കലുമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പലതരത്തിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള എൻവയോൺമെൻറ്റൽ ചേഞ്ച് ഉണ്ടാവും, ഒരുപാട് തരത്തിലുള്ള മോഡേണൈസ്ഡ് ആയിട്ട് നമ്മൾ മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റിയുടെ പൊളിറ്റിക്കൽ സ്ട്രക്ചറിലും കൾച്ചറിലും ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നുണ്ട്, ഒരു കപ്പാസിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്, എഫിഷ്യൻസി കൂടുന്നുണ്ട്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് ാണ് നമ്മൾ പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. ഇത് എന്തൊക്കെ അഡാപ്റ്റ് ചെയ്യും പൊളിറ്റിക്സിലേക്ക്? സോഷ്യലും എക്കണോമിക്കും ടെക്നോളജിക്കും ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ തന്നെ അഡാപ്റ്റ് ചെയ്യും. എക്കണോമിക് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ. എന്നിട്ട് പാർട്ടിസിപ്പേറ്ററിയും ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പൊളിറ്റിക്കൽ മോഡേണൈസേഷനിൽ ഉദ്ദേശിക്കുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് വരുമ്പോൾ നാഷണൽ ഔട്ട്ലുക്കാണ്. അതായത് സിറ്റിസൺസ് ആണ് ഇവിടെ പ്രയോറിറ്റി നൽകുന്നത്. അവരുടെ ഇൻട്രസ്റ്റ് റീജിയണലും റിലീജിയസും കമ്മ്യൂണലുമായിട്ടുള്ള കൺസിഡറേഷൻസ് നൽകുന്നു. പിന്നെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആൻഡ് മൊബിലിറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോഡേണൈസ്ഡ് സൊസൈറ്റിയാണ് എക്സ്പീരിയൻസ് ചെയ്യുക സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ സോഷ്യലും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു മൊബിലിറ്റിയിലൂടെ, ഒരു പ്രോഗ്രസ്സിലൂടെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത് എന്തിലൂടെയാണ്? മോഡേണൈസേഷനിലൂടെയാണ്. ഇപ്പോൾ ട്രേഡ് യൂണിയൻസും പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ ഉണ്ടല്ലോ, ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഒരു നാഷണൽ ഔട്ട്ലുക്ക് നൽകുകയാണ്. അതായത് ഒരു സ്റ്റേറ്റിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു അനാവശ്യ ഭരണകൂടത്തിൻ്റെ സ്വാധീനമില്ലാതെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാം എന്നാണ് ട്രേഡ് യൂണിയൻസ് ഒക്കെ പറയുന്നത്, പൊളിറ്റിക്കൽ പാർട്ടീസും പറയുന്നത്. പിന്നെ മാസ് മീഡിയ അക്സസിബിലിറ്റി, അതായത് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് നിഷ്പക്ഷമായിരിക്കണം, എല്ലാവർക്കും പ്രാപ്യമായിരിക്കണം. അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടീനെ മാത്രം, അല്ലെങ്കിൽ പ്രത്യേകം ഗ്രൂപ്പിനെ മാത്രം നല്ല രീതിയിൽ പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ നമ്മൾ പറയുന്ന മാസ് മീഡിയ എന്ന് പറയുന്ന കുറച്ചുകൂടി ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നതിലൊക്കെ തന്നെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്.
ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ഇംപ്രൂവ്ഡ് ലൈഫ് സ്റ്റൈലാണ്, മെച്ചപ്പെട്ട ജീവിതശൈലി എന്ന് പറയുന്നു. ഇപ്പോൾ വ്യവസായവൽക്കരണം, ഇൻഡസ്ട്രിയലൈസേഷനും ഇക്കണോമിക് ഗ്രോത്തും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആവുന്നു. അതുപോലെ ഇക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് റൈസ് ആകുമ്പോൾ, പെർ ക്യാപിറ്റൽ ഇൻകം ഒക്കെ തന്നെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, അഗ്രികൾച്ചറിൽ നിന്ന് ഇൻഡസ്ട്രിയിലേക്ക് മാറുമ്പോൾ, ഇതൊക്കെ മോഡേണൈസേഷനാണ്. അങ്ങനെ ടോട്ടലി ഇത് പൊളിറ്റിക്കലി ഒരു മോഡേണൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് പോകുന്നു. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ കൂടുന്നു, ട്രേഡ് വാല്യൂസ് കൂടുന്നു. ട്രഡീഷണൽ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, അതായത് മോഡേണൈസേഷൻ എന്ന് പറയുന്നത് ട്രഡീഷണൽ വാല്യൂസിനെ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് പുതിയ കണ്ടീഷൻസിലേക്ക് കൊണ്ടുവരിക. അതായത് ഒരിക്കലും നമ്മൾ ട്രഡീഷണൽ പൊട്ടയാന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കാതെ അതിനെയും അഡാപ്റ്റ് ചെയ്തുകൊണ്ട് പുതുതായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പൊളിറ്റിക്കൽ മോഡേണൈസേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ ഏജൻസ് ഓഫ് പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലീഡർഷിപ്പാണ്. ഈ modernization depends on the nature of character of the leadership. Leaders who are progressive, forward-looking and legitimate in the eyes of the people can drive modernization. നല്ല രീതിയിലുള്ള ഒരു നേതൃത്വം ഉണ്ടാക്കിയെടുക്കുക. ആധുനികവൽക്കരണം എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ളൊരു നേതൃത്വം ഉണ്ടാക്കിയെടുക്കുന്നു. പുരോഗമനമായിട്ടുള്ള രീതിയിലും ദീർഘവീക്ഷണമുള്ള ആളുകളൊക്കെ തന്നെ വരുമ്പോൾ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാവുക. അതുപോലെ പൊളിറ്റിക്കൽ പാർട്ടി സിസ്റ്റത്തിൽ ഒരു ഓർഗനൈസ്ഡ് ആവുന്നു, എല്ലാവർക്കും ഫ്രീഡം ലഭിക്കുന്നു. അപ്പോൾ മോഡേണൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഫ്രീഡം ലഭിക്കുന്നു, ലീഡർഷിപ്പ് എല്ലാം തന്നെ മോഡേണൈസ്ഡ് ആവുന്നു. മൊത്തത്തിലൊരു മോഡേണൈസേഷൻ പ്രോസസ്സ് അവിടെ ഉണ്ടാവുന്നു. എലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അതായത് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ എലൈറ്റ്സ് എന്ന് പറയുന്നത് മൈനോറിറ്റിയാണ്. അതായത് ലാർജർ പോപ്പുലേഷൻ ഉണ്ട്, എൻലൈറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, മോഡേണൈസേഷൻ അത് ഫെസിലിറ്റേറ്റ് ചെയ്യും. മിലിറ്ററി, ഇൻ ഡെവലപ്പിംഗ് കൺട്രീസിലാണ് മിലിറ്ററി എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ റോളായിട്ട് മാറുന്നത്. സോ മോഡേണൈസേഷനിൽ ഒരു ക്രൂഷ്യൽ റോൾ ഇവർ വഹിക്കുന്നുണ്ട്. അവർ പവർ എന്ന് പറയുന്നത് ഇൻഡയറക്ട്ലി എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി അടുത്തത് ബ്യൂറോക്രസീനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ബീയിങ് റെസ്പോൺസിബിൾ ഫോർ അഡ്മിനിസ്ട്രേഷൻ. സോ ആൻഡ് ദ പോളിസി ഇംപ്ലിമെൻറ്റേഷൻ ക്യാൻ ഡ്രൈവ് മോഡേണൈസേഷൻ ഇഫ് ദേ ആർ ആൻഡ് പ്രൊക്വേറ്റീവ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയുന്നത് കുറേ കൂടി റെസ്പോൺസിബിൾ ആണ്. അഡ്മിനിസ്ട്രേഷൻ റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ അല്ലെങ്കിൽ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്ത് പറയുമ്പോഴൊക്കെ തന്നെ കുറച്ചുകൂടി എന്താണ്, ബ്യൂറോക്രാറ്റ്സ് എന്ന് പറയുന്നത് കുറേ കൂടി റെസ്പോൺസിബിൾ ആവുകയും എൻലൈറ്റൻഡ്, അതായത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് ടോട്ടലായിട്ട് നമ്മുടെ എക്കോണമീനെ മോഡേണൈസ്ഡ് ആക്കുകയും ചെയ്യുന്നു. ഇൻ്റർനാഷണൽ ബോഡീസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഓർഗനൈസേഷൻസ് ലൈക്ക് ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ആവട്ടെ, വേൾഡ് ബാങ്ക് ആവട്ടെ, ഇവരൊക്കെ തന്നെ ഓരോ റിസോഴ്സസിൻ്റെ കാര്യങ്ങളിലാവട്ടെ ക്രൂഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ടാണ് ഓരോ സ്റ്റേറ്റിനും അല്ലെങ്കിൽ ഒരു വേൾഡിലുള്ള എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നത്. സോ വേൾഡിലുള്ള എല്ലാ കൺട്രീസും, ഇപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസ് ആവട്ടെ, എല്ലാവരിലേക്കും മോഡേണൈസേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് എത്തിക്കുന്നത് ഈ ഇൻ്റർനാഷണൽ ബോഡീസാണ്. ഡെവലപ്ഡ് നേഷൻസ്, ഇപ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് നേഷൻസ് ഒക്കെ തന്നെ ഒരു മോഡേണൈസേഷൻ എയ്ഡായിട്ട് പ്രവർത്തിക്കുകയും ഇക്കണോമിക്കും ടെക്നിക്കലും ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ടുകൾ ഡെവലപ്ഡ് നേഷൻസ് നൽകുന്നു. പിന്നെ കൊളോണിയലിസം എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. ഇപ്പോൾ കൊളോണിയൽ പവർ എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ്ഡ് സം മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ്. ഇപ്പോൾ നമ്മളിവിടെ ഇല്ലാതിരുന്ന ഒരുപാട് മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൊളോണിയലിസം എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങളിലും ഹിസ്റ്റോറിക്കലി ഒരു കോണ്ടെക്സ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ പൊളിറ്റിക്കൽ മോഡേണൈസേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്ന ഏജൻസിൽ ലീഡർഷിപ്പ് ഉണ്ട്, പൊളിറ്റിക്കൽ പാർട്ടി സിസ്റ്റം ഉണ്ട്, എലൈറ്റ്സ് ഉണ്ട്, മിലിറ്ററി ഉണ്ട്, ബ്യൂറോക്രസി ഉണ്ട്, ഇൻ്റർനാഷണൽ ബോഡീസ് ഉണ്ട്, ഡെവലപ്ഡ് നേഷൻസ് ഉണ്ട് ആൻഡ് കൊളോണിയലിസം ഉണ്ട്. അങ്ങനെ ഈ ഒരു 8 ഏജൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. പൊളിറ്റിക്കൽ മോഡേണൈസേഷനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഫേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ദാറ്റ് ഈസ് എക്സ്റ്റെൻഡഡ് ബിയോണ്ട് മിയർ പൊളിറ്റിക്കൽ റിഫോംസ് ആൻഡ് ഇൻക്ലൂഡ് ഇപ്പോൾ എക്കണോമിക് ഗ്രോത്ത് ആവട്ടെ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ആവട്ടെ, സോഷ്യൽ ചേഞ്ച് ആവട്ടെ. അപ്പോൾ ഇതിനേക്കാളും ഒക്കെ തന്നെ ഉപരി എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് അതിനെല്ലാത്തിനും ഉപരി എന്നുള്ള രീതിയിലാണ് പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് നിൽക്കുന്നത്. അപ്പോൾ ഒരു മൾട്ടി ഫേസറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ട്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഉണ്ട്, സോഷ്യൽ ചേഞ്ച് ഉണ്ട്, പൊളിറ്റിക്കൽ ആയിട്ടുള്ള എല്ലാ റിഫോംസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിൽ ഉണ്ടാവുന്ന, പെർ ക്യാപിറ്റൽ ഇൻകത്തിൽ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷനിലും അർബനൈസേഷനിലും ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ്. സോഷ്യൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലിറ്ററസി റേറ്റിൽ ഉണ്ടാവുന്ന ഹയർ ആയിട്ടുള്ളൊരു ചേഞ്ചും, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഇമ്പ്രൂവ് ചെയ്തതും, സയൻറ്റിഫിക് ആയിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ്സും ഒക്കെയാണ്. കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ടോട്ടലായിട്ട് പൊളിറ്റിക്കൽ കൾച്ചറിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒക്കെ തന്നെ ഉണ്ടാവുന്ന ഒരു ചേഞ്ചും ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു അഡാപ്ഷനാണ്, മോഡേൺ നീഡ്സിലേക്കുള്ള ഒരു അഡാപ്ഷനും ഒക്കെയാണ് കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ
ട്രാൻസ്ഫോർമേഷനിൽ പറയുന്നത്. അപ്പോൾ ഓവറോൾ ആയിട്ട് ഈ ഒരു പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് ആൻഡ് ഓൺ ഗോയിങ് പ്രോസസ്സാണ്. ഇതിപ്പോൾ എപ്പോഴും പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ ഒരിക്കലും നിന്നിട്ടില്ല, അതിപ്പോൾ ഒരു ഓൺ ഗോയിങ് പ്രോസസ്സാണ്. നമ്മൾ ഒരുപാട് ഏജൻസികൾ അതിനകത്തേക്ക് വേരിയസ് ആയിട്ടുള്ള എഫേർട്സുകൾ ഇടുന്നുണ്ട്, സൊസൈറ്റീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി അടക്കം. സോ ഇറ്റ് ഇൻവോൾവ്സ് ഒരു പൊളിറ്റിക്കലും ഇക്കണോമിക്കും സോഷ്യൽ സ്ട്രക്ചേഴ്സുമായിട്ടുള്ള തന്നെ തരത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷനും മോർ എഫിഷ്യൻറ്റും ഇക്വിറ്റബിൾ ആയിട്ടുള്ള രീതിയിലൊരു സംഭവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ അവർ പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓവറോൾ ആയിട്ട് പൊളിറ്റിക്കൽ മോഡേണൈസേഷനും അതിൻ്റെ ഏജൻസും മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ കൺസെപ്റ്റാണ് ഒരു മോഡേൺ പൊളിറ്റിക്കൽ അനാലിസിസിനെ സംബന്ധിച്ച്. പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ പറഞ്ഞു, പൊളിറ്റിക്കൽ കൾച്ചർ പറഞ്ഞു, ഇനി പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റിലേക്ക് എത്തുമ്പോൾ ഇറ്റ് ഈസ് പർട്ടിക്കുലർലി റെലവൻറ്റ് ടു അണ്ടർസ്റ്റാൻഡിങ് ദ എവല്യൂഷൻ ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റംസ് ഇൻ ന്യൂലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും ആധുനിക രാഷ്ട്രീയത്തിൽ ഏറ്റവും വിശകലനം ചെയ്യുന്ന ഒരു നിർണായകമായിട്ടുള്ള ഒരു ആശയമാണ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള വികസനം, പ്രത്യേകിച്ച് പുതുതായിട്ടുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഈ പറയുന്ന ഡെവലപ്പിംഗ് നേഷൻസിൻ്റെ ഒക്കെ തന്നെ കാര്യം വരുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളൊക്കെ തന്നെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നു, അതെങ്ങനെ മനസ്സിലാക്കുന്നു എന്നൊക്കെയാണ് ഇതിലൂടെ പറയുന്നത്. സോ ആദ്യം നമ്മൾ ഈ രാഷ്ട്രീയക്കാരും ഒക്കെ തന്നെ ഈ ഒരു പൊളിറ്റിക്കൽ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ചെറിയ തരത്തിലുള്ളൊരു മാറ്റത്തെയാണ് പറഞ്ഞതെങ്കിലും പക്ഷേ ഇപ്പോഴെന്ന് പറയുന്നത് ടോട്ടലായിട്ടുള്ള ഒരു ഡൈനാമിക് ചേഞ്ച് ഇൻ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇതിലൂടെ സംഭവിക്കുന്നുണ്ട്. ഇനി ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദ തേർഡ് വേൾഡ് കൺട്രീസാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഒരു മിഡിലോട് കൂടിയിട്ട് സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ടായിരുന്ന മൂന്നാം ലോക രാജ്യങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കാരണം ഈ ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു വേർഡിന് ഏറ്റവും അധികം പ്രാധാന്യം ലഭിച്ചു എന്നാണ് പറയുന്നത്. ഈ രാജ്യങ്ങളൊക്കെ തന്നെ അവരുടെ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെയും വളരെ ഫാസ്റ്റായിട്ടുള്ള രീതിയിലുള്ളൊരു ചേഞ്ചസ് കൊണ്ടുവരുന്നു, ഫ്രീക്വൻറ്റ് ചേഞ്ചസ് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ അനലിറ്റിക്കലായിട്ടുള്ള ടൂൾസുകളും പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പ്രോസസ്സിലും ഒക്കെ തന്നെ ചേഞ്ചസ് അവരെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഫ്രെയിം വർക്ക് ഫോർ അനാലിസിസ് ഒരു വിശകലനത്തിലുള്ളൊരു ചട്ടക്കൂടായിട്ട് മാറാണ് രാഷ്ട്രീയ സംവിധാനത്തിലുണ്ടാകുന്ന പുരോഗതികൾ, അതിലുണ്ടാകുന്ന ചലഞ്ചസ്, ഇതൊക്കെ തന്നെ പഠിക്കുകയും അത് വികസനം നൽകുന്നു. അതായത് നമ്മൾ ചലഞ്ചസിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഡെവലപ്മെൻറ്റിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ അതാണ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പറയുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ, പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, അഡാപ്റ്റബിലിറ്റി, എഫക്റ്റീവ് ഗവേണൻസ്, ലെജിറ്റിമസി ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് മാർക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. അതായത് സാമൂഹികമായിട്ടുള്ള ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അതിനകത്തുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ തന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെയൊക്കെ തന്നെ കഴിവിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. അതുപോലെ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, രാഷ്ട്രീയപരമായിട്ടുള്ള പങ്കാളിത്തം. ഈ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത് ഒരുപാട് ആളുകൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് മൂലമാണ്. ഇങ്ങനെ ഒരു ഗ്രൂപ്പുകളായിട്ട് പോവുകയും വൈവിധ്യമാർന്ന രീതിയിൽ അത് വികസനത്തിൻ്റെ ആദ്യ സൂചനയാണെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവണമെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവണം. അപ്പോൾ ഡെവലപ്ഡ് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യേണ്ടത് സ്റ്റെബിലിറ്റിയാണ്. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളും മെയിൻറ്റെയിനിങ് ദ ഓർഡർ എന്നുള്ള കാര്യമൊക്കെ തന്നെ വരുന്നത് ഇതിലാണ്. അഡാപ്റ്റബിലിറ്റി, പൊരുത്തപ്പെടുക, ഒരു എബിലിറ്റി ഓഫ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു അഡാപ്റ്റ് സോഷ്യൽ എക്കണോമിക് ആൻഡ് ടെക്നോളജിക്കൽ ചേഞ്ചസ് ഈസ് എ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ സോഷ്യലും എക്കണോമിക്കും ടെക്നോളജിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അഡാപ്റ്റ് ചെയ്യുക, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, നമ്മളത് ചേഞ്ച് ചെയ്യുക. ഇഫക്റ്റീവ് ഗവേണൻസ്, ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്നത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗവേണൻസിലൂടെയാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഗവേണൻസ് ഉണ്ടാവണം. പബ്ലിക് ഗുഡ്സിലും അതുപോലെ ജസ്റ്റിസും ഒക്കെ തന്നെ എൻഷുർ ചെയ്യുക, ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിലൂടെ ഒരു എഫക്റ്റീവ് ഗവേണൻസിലൂടെ നമുക്ക് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. ലെജിറ്റിമസിനെ കുറിച്ച് പറയുമ്പോൾ നിയമസാധുതയാണ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ലെജിറ്റിമസിയിലൂടെയാണ് ഉണ്ടാവുന്നത്. ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന നിയമസാധുതയിലൂടെയാണ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിൽ പറയുന്നത് ഏജൻസ് ഓഫ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ലീഡർഷിപ്പ് ഉണ്ട്, പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, സിവിൽ സൊസൈറ്റീസ് ഉണ്ട്, ഇൻ്റർനാഷണൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, മീഡിയ ഉണ്ട്. ഇത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ലീഡർഷിപ്പുള്ള ഒന്ന് വേണം ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. പുതിയ തരത്തിലുള്ള റിഫോംസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, പബ്ലിക് കോൺഫിഡൻസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ, അവരെ ഇൻസ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസിങ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ എന്നുള്ളതാണ്. മെയിൻ ക്രൂഷ്യൽ റോൾ വഹിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസാണ്. ഇൻട്രസ്റ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യാനും ഡെമോക്രാറ്റിക് പ്രോസസ്സ് ഫോസ്റ്റർ ചെയ്യാനും ഒക്കെ തന്നെ. സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റിന് റൈറ്റ്സും അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെ അക്കൗണ്ടബിൾ ആയിട്ട് നിർത്തുകയും സിവിക് എൻഗേജ്മെൻറ്റിൽ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെയൊക്കെ അവരും ചെയ്യുന്നുണ്ട്. ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ഫോറിൻ എയ്ഡുകൾ, ഡിപ്ലോമാറ്റിക് റിലേഷൻസ്, ഇതൊക്കെ തന്നെ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റിന് കാരണമാവുന്നുണ്ട്. എഡ്യൂക്കേഷൻ,
ലിറ്ററസി എന്ന് പറയുന്നത് എൻഹാൻസ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ അവയർനെസ് കൂട്ടാൻ വേണ്ടിയിട്ടും പാർട്ടിസിപ്പേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതിലൂടെ ഡെവലപ്ഡ് ആവുന്നുണ്ട്. മീഡിയ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റും ഡൈവേഴ്സ് ആവുന്നിടത്തോളം കാലം എന്താണ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവുന്നു. ഡിസ്ക്രിമിനേറ്റിംഗ് ഇൻഫർമേഷൻസും പബ്ലിക് ഒപ്പീനിയൻ ഷേപ്പ് ചെയ്യുന്നതിലും ഒരു ഗവൺമെൻറ്റിൻ്റെ ആക്ഷൻസിന് ഒരു വാച്ച് ഡോഗ് ആയിട്ട് നിൽക്കുന്നത് വരെ മീഡിയ ആണ്. അതാണ് ഇതിൽ ഏജൻസ് ഓഫ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റിൽ പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ചലഞ്ചസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ കറപ്ഷൻ, കോൺഫ്ലിക്റ്റുകൾ, എക്കണോമിക് ഡിസ്പാരിറ്റീസ്, കൾച്ചറൽ ബാരിയേഴ്സ്. ഇപ്പോൾ കറപ്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുമോ? ഇല്ല, വലിയ രീതിയിൽ അത് മോശമായിട്ട് പോകും. കോൺഫ്ലിക്റ്റുകൾ, എക്സ്റ്റേണലും ഇൻറ്റേർണൽ ആയിട്ടുള്ള അടിപിടികൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരിക്കലും സ്റ്റേബിളായിട്ട് നിൽക്കില്ല. ഇക്കണോമിക് ഡിസ്പാരിറ്റീസ്, അതായത് ഇപ്പോൾ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള സോഷ്യൽ ടെൻഷൻസും, ഇപ്പോൾ ആക്സസ് ലിമിറ്റ് ചെയ്യുക, അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർജിനലൈസ്ഡ് ഗ്രൂപ്പിനൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇക്കണോമിക് ഡിസ്പാരിറ്റീസ് എന്താണ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ചലഞ്ചാണ്. അതുപോലെ തന്നെ കൾച്ചറൽ ബാരിയേഴ്സ്, ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു കൾച്ചറൽ പ്രാക്ടീസും ട്രഡീഷൻസും ഒക്കെ തന്നെ കൊണ്ടുപോവുകയും അതിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തുന്നതിലൂടെയാണ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക. പക്ഷേ ഇതൊക്കെ ഫ്രിക്ഷൻസ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ മോഡേണൈസിങ് ആയിട്ടുള്ള ഒരു ഫോഴ്സസ് ട്രഡീഷണൽ സ്ട്രക്ചറിൻ്റെ മേലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ കൾച്ചറൽ ബാരിയേഴ്സ് ഉണ്ട്. ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് ചലഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓവറോൾ ആയിട്ട് ഈ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കോംപ്ലക്സ് പ്രോസസ്സാണ്, മൾട്ടിഫേസഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ എവല്യൂഷൻ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ പർട്ടിക്കുലർലി ഒരു ന്യൂലി ഇൻഡിപെൻഡൻറ്റും ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനും പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷനും സ്റ്റെബിലിറ്റിയും അഡാപ്റ്റബിലിറ്റി, എഫക്റ്റീവ് ഗവേണൻസ്, ലെജിറ്റിമസി ഒക്കെ തന്നെ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റിന് ആവശ്യമുള്ള ഘടകങ്ങളാണ്. അപ്പോൾ ഓവറോളായിട്ട് ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ നോട്ട്സ് കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. കാരണം 1, 2, 3 കുറേ ക്ലാസിഫിക്കേഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ തന്നെ നന്നായിട്ട് നോട്ട് ചെയ്യാം.